നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കെമിസ്ട്രി ഇൻ എവരിഡേ ലൈഫ് എന്ന് പറയുന്ന ഒരു മോഡ്യൂളാണ്. അപ്പൊ ഈ മോഡ്യൂളിൽ നമുക്ക് നോക്കുന്ന ഇത്രയും ടോപ്പിക്സ് ആണ് നമുക്കുള്ളത്. അതായത് ഹൗസ് ഹോൾഡ് മെറ്റീരിയൽസ്, അതിനകത്ത് വരുന്നതാണ് സോപ്പ്, ഡിറ്റർജന്റ്, കുക്കിംഗ് ഗ്യാസ്, ഹെയർ ഡൈ, കോസ്മെറ്റിക്സ്, മോത്ത് ബോൾസ്, ടൂത്ത് പേസ്റ്റ് ആൻഡ് ഷാംപൂ. ഇത്രയാണ് ഹൗസ് ഹോൾഡ് മെറ്റീരിയൽസ് എന്ന് പറയുന്ന ഒരു ഭാഗത്തിൽ വരുന്നത്. ഇനി ഫുഡ് ഇൻഡസ്ട്രിക്കകത്ത് വരുന്നത് അഡിറ്റീവ്സ്, പ്രിസർവേറ്റീവ്സ്, ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നേഴ്സ്, അഡൾട്രൻസ്. ഇത്രയും ടോപ്പിക്കുകളാണ് ഫുഡ് ഇൻഡസ്ട്രിക്കകത്ത് വരുന്നത്. ശേഷം ഫെർട്ടിലൈസേഴ്സ്, ഇതിനകത്ത് യൂറിയ, NPK, സൂപ്പർ ഫോസ്ഫേറ്റ് ആൻഡ് പെസ്റ്റിസൈഡ്സ്. ഇത്രയും ടോപ്പിക്കുകളാണ് ഫെർട്ടിലൈസർ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിനകത്ത് വരുന്നത്. പിന്നീട് അടുത്തത് പെയിന്റ്സ് ആൻഡ് പിഗ്മെന്റ്സ്, അതായത് നമ്മുടെ പെയിന്റിനകത്തുള്ള കോൺസ്റ്റിറ്റ്യുവൻസ്, പിന്നെ പെയിന്റിനകത്തുള്ള പിഗ്മെന്റ്സ്. പിന്നീട് പോളിമേഴ്സ് ആണ്. അതിൽ രണ്ട് കാറ്റഗറീസ്, നാച്ചുറൽ ആൻഡ് സിന്തറ്റിക് പോളിമേഴ്സ്. ഇത്രയുമാണ് ഒന്നാമത്തെ മോഡ്യൂൾ എന്ന് പറയുന്ന കെമിസ്ട്രി ഇൻ എവരിഡേ ലൈഫ് എന്ന് പറയുന്ന ഒരു മോഡ്യൂളിൽ നമുക്ക് സിലബസ് പ്രകാരം പഠിക്കാനുള്ളത്. അപ്പോ ഇപ്പൊ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് പെയിന്റ്സ് ആൻഡ് പിഗ്മെന്റ്സ് എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. സോ വാട്ട് ഈസ് പെയിന്റ്? Paint is a stable pigmented mixture when applied on a surface, adheres and hardens forming a film. അതായത് ഒരു സർഫസിലേക്ക് പെയിന്റ് എന്ന് പറയുന്ന സബ്സ്റ്റൻസ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അതിന്റെ ആ സർഫസിൽ ഒരു കോട്ടിംഗ് പോലെ എന്തുണ്ടാവുന്നു? ഫോർമേഷൻ ഉണ്ടാവുന്നു. This film act as an insulating layer. എന്തായിട്ട് ആക്ട് ചെയ്യുന്നു? ഒരു ഇൻസുലേറ്റിംഗ് ലെയർ ആയിട്ട് ആക്ട് ചെയ്യുന്നു. ആർക്കിടയിൽ? നമ്മൾ അപ്ലൈ ചെയ്ത സർഫസിനും അതുപോലെ തന്നെ എക്സ്റ്റേണൽ എൻവയോൺമെന്റിനും ഇടയ്ക്ക് ഒരു ഇൻസുലേറ്റിംഗ് ലെയർ ആയിട്ട് ആക്ട് ചെയ്യുന്നു? നമ്മൾ ഈ അപ്ലൈ ചെയ്ത പെയിന്റ് എന്ത് ചെയ്യുന്നു? ആക്ട് ചെയ്യുന്നു. അതായത് ആ സർഫസിനെ എന്തിനെതിരെ പ്രൊട്ടക്ട് ചെയ്യുന്നു? ഹ്യൂമിഡിറ്റി, അതുപോലെ തന്നെ കെമിക്കൽ അറ്റാക്സ് ലൈക്ക് പാസിഡ്സ്, അങ്ങനെയുള്ള കെമിക്കൽ അറ്റാക്സ്, അതുപോലെ തന്നെ UV റേഡിയേഷൻ, ഇത്തരം ആൾക്കാർക്കെതിരെ നമ്മൾ ആ അപ്ലൈ ചെയ്ത സർഫസ് എന്ത് ചെയ്യുന്നു? അപ്ലൈ ചെയ്ത പിഗ്മെന്റ് ആ സർഫസിനെ എന്ത് ചെയ്യുന്നു? പ്രൊട്ടക്ട് ചെയ്യുന്നു. അതാണ് പറയുന്നത് പെയിന്റ് ഈസ് എ സ്റ്റേബിൾ പിഗ്മെന്റഡ് മിക്സ്ചർ. നമ്മൾ ആ പിഗ്മെന്റ്സ് എന്താണെന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇപ്പൊ തന്നെ നോക്കും. അപ്പൊ പെയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്റ്റേബിൾ പിഗ്മെന്റഡ് മിക്സ്ചർ. അപ്പൊ എന്തുകൊണ്ടായിരിക്കും മിക്സ്ചർ എന്ന് പറയുന്നത്? ഇതിനകത്ത് കുറെ ആൾക്കാരുണ്ട്. അതായത് ലൈക്ക് ബൈൻഡേഴ്സ്, ഫില്ലേഴ്സ്, അഡിസീവ്സ്, ഇത് ഇങ്ങനെയുള്ള പലതരം എന്തുണ്ട്? കമ്പോണൻസ് ഉണ്ട്. ഈ കമ്പോണൻസ് എല്ലാം കൂടി പ്രോപ്പർ റേഷ്യോയിൽ നമ്മൾ മിക്സ് ചെയ്തുണ്ടാക്കുന്ന ഒരു സ്റ്റേബിൾ പിഗ്മെന്റഡ് മിക്സ്ചറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പെയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? സോ എന്താണ് പെയിന്റ്? ഈസ് എന്താണ്? സ്റ്റേബിൾ പിഗ്മെന്റ് മിക്സ്ചർ ആണ്. അത് എന്ത് ചെയ്യുന്നു? നമ്മൾ അപ്ലൈ ചെയ്യുന്ന സർഫസിൽ എന്ത് ചെയ്യുന്നു? അഡ്ഹർ ചെയ്യുന്നു. ആൻഡ് ഇറ്റ് പ്രൊട്ടക്ട്സ് ദാറ്റ് സർഫസ് ഫ്രം ദ എക്സ്റ്റേണൽ എൻവയോൺമെന്റ് ആൻഡ് പ്രൊട്ടക്ട്സ് സർഫസ് ഫ്രം എന്തിൽ നിന്നൊക്കെയാണ്? ഹ്യൂമിഡിറ്റി, കെമിക്കൽ അറ്റാക്ക്, UV റേഡിയേഷൻ. ഇത്രയും ആൾക്കാരല്ല, മേജർലി ഇത്രയും ജനറലൈസ് ചെയ്ത് നമ്മൾ പറയാണ്. ഇത്രയും ആൾക്കാർക്കെതിരെ എന്തിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു? ആ പറയുന്ന സർഫസിനെ പെയിന്റ് എന്ത് ചെയ്യുന്നു? പ്രൊട്ടക്ട് ചെയ്യുന്നു. ഓക്കെ, സോ ഇതാണ് പെയിന്റിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ. അടുത്ത നോക്കിയേ, ദ പ്രൊട്ടക്ടിങ് ദ സർഫസ് ഫ്രം. ഇനി നമ്മൾ പെയിന്റിന് നമ്മളിപ്പോ പറഞ്ഞില്ലേ പെയിന്റിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു പറഞ്ഞില്ലേ? അപ്പൊ അതാണ് പറയുന്നത് ദ ഇമ്പോർട്ടന്റ് ഫങ്ഷൻസ് ഓഫ് എ പെയിന്റ്. അങ്ങനെയാണെങ്കിൽ ആ പെയിന്റിന്റെ പ്രധാനപ്പെട്ട പ്രിൻസിപ്പൽ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. അപ്പൊ എന്താണ്? പ്രൊട്ടക്ടിങ് ദ സർഫസ് ഫ്രം വെതറിംഗ് എഫക്ട് ഓഫ് അറ്റ്മോസ്ഫിയർ. അറ്റ്മോസ്ഫിയറിന്റെ വെതറിംഗ് എഫക്ട്, അതുപോലെ തന്നെ മോയിസ്ചർ, ടെമ്പറേച്ചർ, ഫ്യൂംസ് പോലെയുള്ള എഫക്റ്റിൽ നിന്നൊക്കെ ആരെ പ്രൊട്ടക്ട് ചെയ്യുന്നു? നമ്മുടെ സർഫസിനെ എന്ത് ചെയ്യുന്നു? പ്രൊട്ടക്ട് ചെയ്യുന്നു. പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് കൊറോഷൻ. കൊറോഷൻ അറിയാം നമുക്ക്. എന്താണ് കൊറോഷൻ എന്ന് പറഞ്ഞാൽ? എന്താണ്? ഒരു സർഫസിന് മേജർലി മെറ്റൽ സർഫസ്, ഒരു മെറ്റൽ സർഫസ് എന്താണ്? മോയിസ്ചർ, ആസിഡ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഏജൻസുമായിട്ടൊക്കെ റിയാക്ട് ചെയ്യുന്ന സമയത്ത് അതിന്റെ സർഫസിന് ഉണ്ടാകുന്ന ഒരു ടാർണിഷിംഗ് പ്രോപ്പർട്ടിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കൊറോഷൻ എന്ന് പറയുന്നത്. സോ കൊറോഷനെ പ്രൊട്ടക്ട് ചെയ്യുന്നു. അതുപോലെ ഓക്സിഡേഷൻ, ഡീഗ്രഡേഷൻ, മെറ്റൽ നശിച്ചു പോകുന്നതിനെതിരെ എന്ത് ചെയ്യുന്നു? പെയിന്റ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു? ആ മെറ്റൽ അല്ലെങ്കിൽ ആ സർഫസിനെ അവർ എന്ത് ചെയ്യുന്നു? പ്രൊട്ടക്ട് ചെയ്യുന്നു. ഓക്കെ, ബ്യൂട്ടിഫിക്കേഷൻ ഓഫ് ദ സർഫസ് ബൈ ഗിവിംഗ് അട്രാക്റ്റീവ് കളേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പെയിന്റ് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ എന്ത് കിട്ടുന്നു? ഒരു ഫിനിഷിംഗ് ലുക്ക് കിട്ടുന്നു. അതിനെയാണ് നമ്മൾ ബ്യൂട്ടിഫിക്കേഷൻ ഓഫ് ദ സർഫസ് ബൈ ഗിവിംഗ് അട്രാക്റ്റീവ് കളേഴ്സ് എന്ന് പറയുന്നത്. പ്രൊവൈഡിങ് എ സ്മൂത്ത് സർഫസ് ഒരു ഈസി ക്ലീനിങ് അല്ലെ? അതായത് നമ്മളിപ്പോ പെയിന്റ് അപ്ലൈ ചെയ്യാതിരിക്കുമ്പോൾ റഫായിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ആണെങ്കിൽ നമ്മൾ പെയിന്റ് അപ്ലൈ ചെയ്യുമ്പോൾ പിന്നീട് നമുക്ക് ക്ലീൻ ചെയ്യാൻ കുറച്ചുകൂടി എന്തായിരിക്കും? ഈസി ആയിരിക്കും. അതാണ് പറയുന്നത് ഈസി ക്ലീനിങ്ങിനുള്ള ഒരു ചാൻസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നു? പെയിന്റ് പ്രൊവൈഡ് ചെയ്യുന്നു.
ദെൻ അഞ്ചാമത്തെ പോയിന്റ് ഏതാണ്? പ്രിവെന്റിംഗ് ദ ഡീകേ ഓഫ് വുഡൻ മെറ്റീരിയൽസ്. അതായത് നമ്മൾ വുഡ് കൊണ്ട്, തടി കൊണ്ടുള്ള മെറ്റീരിയൽസിന്റെ മണ്ടയിലൊക്കെ എന്ത് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ പെയിന്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിന്റെ ഡിസ്ട്രക്ഷൻസ് ഒക്കെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ പറ്റത്തില്ല. ബട്ട് ടു ആൻ എക്സ്റ്റെന്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ദെൻ imparting the desired absorption towards light and heat reflection properties. നമ്മൾ ഇനി അങ്ങോട്ട് വരുമ്പോൾ പല ടൈപ്പ് പെയിന്റ്സ് ഉണ്ട്. ഹീറ്റ് റെസിസ്റ്റന്റ് പെയിന്റ്സ് ഉണ്ട്, ടെമ്പറേച്ചർ വിത്ത്സ്റ്റാൻഡിങ് പെയിന്റ്സ് ഉണ്ട്. അതാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഹീറ്റിനെയും ലൈറ്റിനെയും ഒക്കെ എന്ത് ചെയ്യാനുള്ള, അബ്സോർബ് ചെയ്ത് അല്ലെങ്കിൽ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള എന്തുണ്ട്? പെയിന്റ്സ് ഉണ്ട്. അത് നമ്മൾ ഡിപ്പെൻഡിങ് അപ്പോൺ ദ സിറ്റുവേഷൻ നമ്മൾ എന്ത് ചെയ്യും? പെയിന്റ്സിന് നമ്മൾ പല രീതിയിൽ, പല സ്ഥലങ്ങളിൽ പല രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഉപയോഗിക്കുന്നത്. അതാണ് പറഞ്ഞിരിക്കുന്നത്. imparting the desired absorption towards എന്താണ്? light and heat reflection properties. Then seventh point എന്താണ്? changing surface properties like hardness and then electrical conductivity. അതായത് എന്താണ്? എന്താണ് ഒബ്ജക്റ്റിന്റെ ഹാർഡ്നെസ്, അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി പോലെയുള്ള പ്രോപ്പർട്ടീസിനൊക്കെ ആർക്ക് അഫക്ട് ചെയ്യാനായിട്ട് പറ്റും? പെയിന്റിന് അഫക്ട് ചെയ്യാനായിട്ട് പറ്റും. സോ ഇത്രയുമാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ പ്രിൻസിപ്പൽ ഫങ്ഷൻസ് ഓഫ് ആരെന്ന് പറയുന്നത്? പെയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കിത് നിങ്ങൾക്ക് വെറുതെ എന്ത് ചെയ്താൽ മതി? നമുക്ക് ഒരു വട്ടം വായിക്കുമ്പോൾ തന്നെ എന്ത് കിട്ടും? നമുക്കൊരു ഐഡിയ കിട്ടും. നിങ്ങൾക്ക് ഓപ്ഷനിൽ ഒരു പക്ഷെ തരുന്നത് വിച്ച് ഓഫ് ദം ഈസ് നോട്ട് എ ഫംഗ്ഷൻ, അങ്ങനെയൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. അപ്പൊ ഒരു വട്ടം എന്ത് ചെയ്താൽ മതി? കൃത്യമായിട്ട് വായിച്ചു വെച്ചാൽ നമുക്കത് ഓർമ്മയിലിരിക്കും. അപ്പൊ ഒന്നുകൂടി പറയാം. പെയിന്റ്സിന്റെ പ്രിൻസിപ്പൽ ഫംഗ്ഷൻ, ഫസ്റ്റ് ഫംഗ്ഷൻ എന്താണ്? പ്രൊട്ടക്ടിങ് ദ സർഫസ് ഫ്രം വെതറിംഗ് എഫക്ട്, അല്ലെ? അറ്റ്മോസ്ഫിയറിന്റെ വെതറിംഗ് എഫക്റ്റിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നു. അതുപോലെ മോയ്സ്ചറിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നു. ടെമ്പറേച്ചർ ഫ്യൂംസിൽ നിന്നൊക്കെ എന്ത് ചെയ്യുന്നു? പ്രൊട്ടക്ട് ചെയ്യുന്നു. ആൻഡ് ദെൻ പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് എന്താണ്? ഓക്സിഡേഷൻ, അതുപോലെ തന്നെ കൊറോഷൻ, ഡീഗ്രഡേഷൻ. അപ്പൊ കൊറോഷൻ, ഓക്സിഡേഷൻ, ഡീഗ്രഡേഷൻ ഇങ്ങനെയുള്ള എന്ത് ചെയ്യുന്നു? ഫിനോമിനൻസിൽ നിന്ന് ഇതേ നമ്മൾ ആരെ പ്രൊട്ടക്ട് ചെയ്യുന്നു? ഒരു സർഫസിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു. And then third one, beautification of the surface by giving attractive colors, അല്ലെ? നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫിനിഷിംഗ് ലുക്ക് തന്നിട്ട്, അല്ലെങ്കിൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കളർ തന്നിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നു? ആ സർഫസിനെ അല്ലെങ്കിൽ ആ ഒബ്ജക്റ്റിനെ എൻഹാൻസ് ചെയ്യാൻ ആര് സഹായിക്കുന്നു? പെയിന്റ് സഹായിക്കുന്നു. ആൻഡ് ദെൻ പ്രൊവൈഡിങ് എ സ്മൂത്ത് സർഫസ് ഫോർ ഈസി ക്ലീനിങ്, വളരെ നന്നായിട്ടുള്ള ക്ലീനിങ് പർപ്പസിനെ ആര് സഹായിക്കുന്നു? പെയിന്റിംഗ് സഹായിക്കുന്നു. ആൻഡ് ദെൻ പ്രിവെന്റിംഗ് ദ ഡീകേ ഓഫ് വുഡൻ മെറ്റീരിയൽസ്. ആൻഡ് സിക്സ്ത് വൺ എന്താണ്? ലൈറ്റ് ആൻഡ് ഹീറ്റ് റിഫ്ലക്ഷൻ പ്രോപ്പർട്ടീസ്. അത് ആര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? നമ്മുടെ പെയിന്റ് പ്രൊവൈഡ്, എല്ലാ പെയിന്റും അല്ല, certain type of paints. And then changing the surface properties like hardness and electrical conductivity. ഇതൊക്കെ ആരുടെ ഫങ്ഷൻസ് ആണ്? പെയിന്റിന്റെ പ്രിൻസിപ്പൽ ആയിട്ടുള്ള ഫങ്ഷൻസ് ആണ്. Then with the emergence of paint industry, now paints with specific applications are available. This list includes non-stick paints to help cleaning of the surface easily. അപ്പം നമ്മളിവിടെ പറയാൻ പോകുന്നത്, ഇതിപ്പോ നമ്മൾ നോർമലി ഇപ്പൊ പറഞ്ഞത് ജനറൽ ആയിട്ടുള്ള പെയിന്റിന്റെ ഫങ്ഷൻസ് ആണ്. ഇനി കണ്ടോ, പല ടൈപ്പ് ഓഫ് പെയിന്റ്സ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇപ്പൊ സിംപ്ലി നമ്മുടെ മനസ്സിൽ പെയിന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ജസ്റ്റ് ഒരു അട്രാക്റ്റീവ് ലുക്കിന് വേണ്ടിയിട്ട് മാത്രമല്ല, പെയിന്റിന് പല ടൈപ്പ് ഓഫ് ഫങ്ഷൻസ് ഉണ്ട്. അപ്പൊ നമ്മളത് പറഞ്ഞു. അപ്പൊ അങ്ങനെ ആ ഒരു ഫങ്ഷൻസ് ഉള്ളത് കൊണ്ട് എമർജ് ചെയ്ത പല ടൈപ്പ് പെയിന്റ്സിന്റെ പേരാണ് നമ്മളത് പറയുന്നത് നോൺ സ്റ്റിക് പെയിന്റ്സ്. എന്താണ് നോൺ സ്റ്റിക് പെയിന്റ്സ്? അത് എന്തിന്, അതിന്റെ ഉപയോഗം എന്തിനു സഹായിക്കുന്നു? ക്ലീനിങ് പർപ്പസ് എളുപ്പമാക്കാൻ, പെട്ടെന്ന് ക്ലീൻ ചെയ്യേണ്ട ഏരിയസിലാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഏത് പെയിന്റ്സ് ആണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്? നോൺ സ്റ്റിക് പെയിന്റ്സ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രിഫർ ചെയ്യുന്നത്. സൗണ്ട് പ്രൂഫ് പെയിന്റ്സ്, അതായത് ഇപ്പൊ ചില സ്ഥലങ്ങളിലൊക്കെ എന്താണ്, ഒരുപാട് സൗണ്ട് ആവശ്യമില്ലാത്ത സ്ഥലങ്ങൾ കാണും. അപ്പൊ അങ്ങനെയുള്ള സൗണ്ട് അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന പെയിന്റ്സ് ഉണ്ട്. ആ പെയിന്റ്സിന് പറയുന്ന പേരാണ് എന്ത്? സൗണ്ട് പ്രൂഫ് പെയിന്റ്സ്. ഓക്കെ, അവരെന്തിനെ അബ്സോർബ് ചെയ്യുന്നു? നോയ്സിനെ അബ്സോർബ് ചെയ്യുന്നു. പിന്നീട് ലൂമിനസെന്റ് പെയിന്റ്സ്. എന്തിനായിരിക്കും ലൂമിനസെന്റ് പെയിന്റ് നമ്മൾ ഉപയോഗിക്കുന്നത്? നൈറ്റ് സിഗ്നൽ പർപ്പസിലൊക്കെ, അല്ലെ? നമ്മുടെ രാത്രിയിലൊക്കെ NH-ലും ഹൈവേയിലും ഒക്കെ സിഗ്നൽ പ്രൊവൈഡ് ചെയ്യാനുള്ള പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ലൂമിനസെന്റ്, അതായത് നൈറ്റിൽ എന്ത് ചെയ്യും? റിഫ്ലക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ബ്ലിങ്ക് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ടൈപ്പ് ഓഫ് പെയിന്റ്സ് ആണ് എന്തെന്ന് പറയുന്നത്? ലൂമിനസെന്റ് പെയിന്റ്സ്. ആൻഡ് ദെൻ ആന്റി ഫൗളിംഗ് പെയിന്റ്സ്. എന്താ ആന്റി ഫൗളിംഗ് എന്ന് പറഞ്ഞാൽ സ്മെൽ. അപ്പൊ ആന്റി ഫൗളിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും സ്മെല്ലിനെയൊക്കെ അബ്സോർബ് ചെയ്യുന്ന, ലൈക് ഷിപ്സ് അങ്ങനെയൊക്കെ ഉള്ളിടത്താണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ആന്റി ഫൗളിംഗ് പെയിന്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആൻഡ് ദെൻ എന്താണ്? ആന്റി ഡിഫ്ലഗേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സ്, അതായത് ഫയർ ഒരു പരിധി വരെ തീ അണയ്ക്കാനും അതിനെ പ്രിവെന്റ് ചെയ്യാനും സഹായിക്കുന്ന പെയിന്റ് ആണ് ആന്റി ഡിഫ്ലഗേറ്റ്സ് എന്ന് പറയുന്നത്. ആൻഡ് ദെൻ അടുത്ത എന്താണ്?
ആന്റി ബാക്ടീരിയൽ പെയിൻസ്. ആന്റി ബാക്ടീരിയൽ പെയിൻസ് ആ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ബാക്ടീരിയൽ ഗ്രോത്ത് പ്രിവെന്റ് ചെയ്യാൻ സഹായിക്കുന്ന പെയിൻസ് ആണ് എന്തെന്ന് പറയുന്നത് ആന്റി ബാക്ടീരിയൽ പെയിൻസ്. അപ്പൊ ഇത്തരത്തിലുള്ള അതിന്റെ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ അതിന്റെ ഫങ്ഷൻസ് അനുസരിച്ച് നമ്മൾ പല കാറ്റഗറീസ് ഓഫ് എന്തുണ്ട് പെയിൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞ എന്തൊക്കെയാണ് നോൺ സ്റ്റിക് പെയിൻസ്. നോൺ സ്റ്റിക് പെയിൻസ് നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുന്നത്? ഈസി ആയിട്ട് ക്ലീനിങ് പർപ്പസ് അല്ലെങ്കിൽ റാപ്പിഡ് ആയിട്ട് ക്ലീൻ ചെയ്യേണ്ട സ്ഥലങ്ങളിലാണ് നമ്മൾ എന്ത് പെയിൻസിനെ ഉപയോഗിക്കുന്നത്? നോൺ സ്റ്റിക് പെയിൻസിന് നമ്മൾ എന്ത് ചെയ്യുന്നത്? യൂസ് ചെയ്യുന്നത്. ആൻഡ് സെക്കൻഡ് വൺ ഏതാണ് നമ്മൾ പറഞ്ഞത്? സൗണ്ട് പ്രൂഫ് പെയിൻസ്. അതായത് സൗണ്ടിന് ഒരുപാട് സൗണ്ട് ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ സൗണ്ടിന്റെ ലെവല് വളരെ കുറഞ്ഞ സ്ഥലത്താണ് നമ്മൾ ഏത് പെയിൻസ് യൂസ് ചെയ്യുന്നത്? സൗണ്ട് പ്രൂഫ് പെയിൻസ് നമ്മൾ എന്ത് ചെയ്യുന്നത്? യൂസ് ചെയ്യുന്നത്. പിന്നീട് പറഞ്ഞ ഏതാണ്? ലൂമിനസെന്റ് പെയിൻസ്. ലൂമിനസെന്റ് പെയിൻസ് നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? അതായത് നൈറ്റ് സിഗ്നലിംഗ് അതായത് നമ്മുടെ ഹൈവേയുടെ ഒക്കെ ആ റോഡിന്റെ ഒക്കെ എഡ്ജസിലൊക്കെ ഇങ്ങനെ ഉപയോഗിക്കുന്നതാണ് എന്ത് പെയിൻസ്? ലൂമിനസെന്റ് പെയിൻസ്. ആൻഡ് ദെൻ ആന്റി ഫൗളിംഗ് പെയിൻസ്. അതായത് എന്താ അബ്സോർബ് ചെയ്യാനായിട്ട്? ഫൗൾ സ്മെൽ അബ്സോർബ് ചെയ്യാൻ കൂടുതലും ഷിപ്സിലൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ആൻഡ് ദെൻ ആന്റി ഡിഫ്ലഗേറ്റ്സ്. അത് ഉപയോഗിക്കുന്നത് എന്തിനാണ്? നമ്മൾ ഫയേഴ്സിനെ എക്സ്റ്റിങ്യൂഷ് ചെയ്യാനും അതുപോലെ തന്നെ അണയ്ക്കാനും അതുപോലെ തന്നെ എന്തിനു വേണ്ടിയിട്ട്? പ്രിവെന്റ് ചെയ്യാനുമാണ് നമ്മൾ എന്തിനു ഉപയോഗിക്കുന്നത്? ആന്റി ഡിഫ്ലഗേറ്റ്സ് ഉപയോഗിക്കുന്നത്. ആൻഡ് ദെൻ ആന്റി ബാക്ടീരിയൽ പെയിൻസ്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? ബാക്ടീരിയയുടെ ഗ്രോത്തിനെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? പ്രിവെന്റ് ചെയ്യാനായിട്ട് വേണ്ടിയാണ്. ഓക്കെ, ഇനി പിന്നെ പറയുന്നത് എന്താണ്? നോക്കി, ദ പ്രോപ്പർട്ടീസ് ഓഫ് ദ പെയിൻസ് ലൈക്ക് ഇറ്റ്സ് അപ്പിയറൻസ്, അഡിഷൻ, ഡ്രൈയിങ് ടൈം, സ്റ്റോറേജ് സ്റ്റെബിലിറ്റി എക്സെട്ര ഡിസൈഡ്സ് ദ ക്വാളിറ്റി. അല്ലെ, നോക്കി, അപ്പൊ ഒരു പെയിന്റ് നല്ല ക്വാളിറ്റി പെയിന്റ് ആണ് നമ്മൾ എപ്പോഴാണ് പറയുന്നത്? അതിന്റെ അപ്പിയറൻസ് വെച്ചിട്ട് പറയും. ഇനി അതിന്റെ അഡ്ഹഷൻ. എന്താണ് അഡ്ഹഷൻ എന്ന് പറഞ്ഞാൽ? നമ്മൾ അപ്ലൈ ചെയ്യുന്ന സർഫസിൽ അതിന് പറ്റിപ്പിടിച്ചിരിക്കാൻ അല്ലെങ്കിൽ അഡ്ഹർ ചെയ്തിരിക്കാനുള്ള ആ എബിലിറ്റി. അല്ലെ, നമ്മൾ പെയിന്റ് അപ്ലൈ ചെയ്ത് വേണമെങ്കിൽ ഇനി പോരുവാണെങ്കിൽ നമ്മളൊരു നല്ല ക്വാളിറ്റി ഉള്ള പെയിന്റ് ആണെന്ന് പറയോ? ഇല്ല. അതാണ് പറയുന്നത് അതിന് എന്ത് വേണം? അഡ്ഹറിംഗ് കപ്പാസിറ്റി എന്തായിരിക്കണം? കൂടുതൽ ആയിരിക്കണം. പിന്നീട് ഡ്രൈയിങ് ടൈം. അല്ലെ, അതൊരു മിനിമം നമ്മൾ അപ്ലൈ ചെയ്ത് ഇത്ര ടൈമിനുള്ളത് എന്താവണം? ഡ്രൈ ആവണം. അതിനെയാണ് നമ്മൾ ഡ്രൈയിങ് ടൈം എന്ന് പറയുന്നത്. ആൻഡ് ദെൻ സ്റ്റെബിലിറ്റി. സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ എത്ര നാളെ അത് ബ്ലിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചില പെയിന്റ് ഒക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ എന്താ പറയുക, ഈ കുമിള പോലെ ഇങ്ങനെ വന്നിട്ട് പൊട്ടിപ്പോവും. അതല്ലെങ്കിൽ ക്രാക്കിങ്ങും ബ്ലിസ്റ്ററിങ്ങും രണ്ടും രണ്ടാ. ക്രാക്കിംഗ് എന്ന് പറഞ്ഞാൽ ഈ പൊരിഞ്ഞിളകുന്നതിനെയാണ് നമ്മൾ ക്രാക്കിംഗ് എന്ന് പറയുന്നത്. ബ്ലിസ്റ്ററിംഗ് എന്ന് പറഞ്ഞാൽ ഈ എന്താണ് ചെറിയ ചെറിയ ബബിൾസ് പോലെ ഫോം ചെയ്തിട്ട് അതെന്ത് ചെയ്യും? പൊട്ടും. ഓക്കെ, അപ്പൊ അതൊക്കെ എന്തിനെ എഫക്ട് ചെയ്യുന്ന കാര്യമാണ്? പെയിന്റിന്റെ സ്റ്റെബിലിറ്റി എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. അപ്പോൾ എന്താണ് ഇവിടെ നല്ല ഇത്രയും കാര്യങ്ങളാണ് എന്തിനെ എഫക്ട് ചെയ്യുന്നത്? ഒരു പെയിന്റ് ക്വാളിറ്റി ഉള്ളതാണോ അല്ലയോ എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതുവരെ നോക്കിയത് പെയിന്റ് എന്താണെന്ന് പറഞ്ഞു. പെയിന്റ് ഒരു സ്റ്റേബിൾ പിഗ്മെന്റ് ആണ്, പിഗ്മെന്റഡ് മിക്സ്ചർ ആണ്. പിന്നീട് നമ്മൾ പറഞ്ഞ എന്താണ്? പെയിന്റിന്റെ കുറച്ച് പ്രിൻസിപ്പിൾ, ഒരു 7 ഫംഗ്ഷൻസ് നമ്മൾ പറഞ്ഞു. പിന്നീട് എന്താണ് നമ്മൾ ചെയ്തത്? പല ടൈപ്പ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ യൂസ് ആൻഡ് ഇറ്റ്സ് അപ്ലൈയിങ് ഏരിയ. നമ്മൾ പ്രധാനമായിട്ടും 3-4 സെക്ഷൻസ് ഓഫ് പെയിന്റ്സിന് നമ്മൾ പറഞ്ഞു. എന്തൊക്കെയാണ്? നോൺ സ്റ്റിക് പെയിന്റ്സ് പറഞ്ഞു, ലൂമിനസെന്റ് പെയിന്റ് പറഞ്ഞു, ആന്റി ഫൗളിംഗ് പെയിന്റ് പറഞ്ഞു. അങ്ങനെ പല ടൈപ്പ് ഓഫ് പെയിന്റ്സ് നമ്മൾ പറഞ്ഞു. പിന്നീട് ഒരു പെയിന്റിന്റെ ക്വാളിറ്റിയെ തീരുമാനിക്കുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കിയത്. അതിന്റെ അപ്പിയറൻസ്, അതിന്റെ അഡിഷൻ, അതിന്റെ ഡ്രൈയിങ് ടൈം, അതിന്റെ സ്റ്റോറേജ്, അതുപോലെ തന്നെ അതിന്റെ സ്റ്റോറേജ് സ്റ്റെബിലിറ്റി. ഇത്രയും കാര്യങ്ങളാണ് ഒരു പെയിന്റിന്റെ എന്തിനെ തീരുമാനിക്കുന്നത്? ക്വാളിറ്റി. ഓക്കെ, ദെൻ നമ്മളൊരു പെയിന്റിലുള്ള പ്രൈമറി കോൺസ്റ്റിറ്റ്യുവൻസ് ഏതൊക്കെയാണെന്നാണ് നോക്കാൻ പോകുന്നത്. പ്രധാനമായിട്ടും 4 കോൺസ്റ്റിറ്റ്യുവൻസ് ആണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? പഠിക്കാനുള്ളത്. അതായത് ഒന്നാമത്തെ കോൺസ്റ്റിറ്റ്യുവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബൈൻഡേഴ്സ് ഉണ്ട്. പിന്നെ രണ്ടാമത്തത് പിഗ്മെന്റ്സ് ഉണ്ട്. പിന്നെ അഡിറ്റീവ്സ് ഉണ്ട്. അതുപോലെ തിന്നേഴ്സ് ഉണ്ട്. പിന്നെ ഫില്ലേഴ്സ് ഉണ്ട്. ഇങ്ങനെ കുറെ ആൾക്കാരുണ്ട്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് ഇപ്പൊ നമുക്ക് പഠിക്കാം. അപ്പൊ ആദ്യമായിട്ടുള്ള കോൺസ്റ്റിറ്റ്യുവന്റ് എന്ന് പറഞ്ഞ ആരെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്? പിഗ്മെന്റ്സ്. അതായത് പെയിന്റ്സിൽ ആക്ച്വലി ഒരുപാട് കമ്പോണൻസ് ഉണ്ട്. പ്രധാനപ്പെട്ട ഒരു 4 കമ്പോണൻസിനെ പറ്റിയിട്ടാണ്, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യുവന്റിനെ പറ്റിയിട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. കാരണം നമ്മുടെ സിലബസിൽ എങ്ങനെയാണ്? പെയിന്റ്സ് ആൻഡ് പിഗ്മെന്റ്സ്. അപ്പം പെയിന്റിനകത്തുള്ള പ്രധാനപ്പെട്ട കമ്പോണൻസും പിന്നെ പല ടൈപ്പ് ഓഫ് പെയിന്റ്സ് അതൊക്കെയാണ് നമ്മുടെ സിലബസിലുള്ളത്. സിലബസിൽ ആക്ച്വലി ടൈപ്പ് ഓഫ് പെയിന്റ്സ് എന്നില്ല. പക്ഷെ അവർ പെയിന്റ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കായിട്ട് കൊടുത്തേക്കുന്നത് കൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. വേണമെങ്കിൽ അവർക്ക് എന്തും കൂടി ചോദിക്കാം, ടൈപ്സ് ഓഫ് പെയിന്റ്സും കൂടി നമുക്ക് ചോദിക്കാം. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് എന്താണ്? കോൺസ്റ്റിറ്റ്യുവൻസ് ഓഫ് പെയിന്റ്സ് ആണ്. അപ്പൊ ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യുവന്റ് ആരെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്? ബൈൻഡർ. എന്താണ്? ബൈൻഡർ. ഓക്കെ, അപ്പൊ നോക്കാം.
This unavoidable component of paint protects the surface by forming a thin film, and these are responsible for the good adhesion of the paint coating on the substrate. അപ്പൊ എന്താണ് പറയുന്നത്? ബൈൻഡർ, അതായത് ഒരു പെയിന്റിൽ ഒഴിവാക്കാൻ പറ്റാത്ത ദ പ്രിൻസിപ്പൽ സുപ്രീം കമ്പോണന്റ് ആണ് എന്തെന്ന് പറയുന്നത്? ബൈൻഡർ എന്ന് പറയുന്നത്. അത് എന്ത് ചെയ്യുന്നു? പ്രൊട്ടക്ട്സ് ദ സർഫസ് ബൈ ഫോമിങ് എ തിൻ ഫിലിം, അതായത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സർഫസിൽ നിന്ന് ഒരു തിൻ ഫിലിം പോലെ ഫസ്റ്റ് ആരാണ് ആക്ട് ചെയ്യുന്നത്? ബൈൻഡർ ആണ് ആ തിൻ ഫിലിം ഉണ്ടാക്കാനായിട്ട് സഹായിക്കുന്നത്. ആൻഡ് ദീസ് ആർ റെസ്പോൺസിബിൾ ഫോർ ദ ഗുഡ് അഡീഷൻ, അതായത് പെയിന്റ് അപ്ലൈ ചെയ്യുമ്പോൾ പെയിന്റ് നന്നായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സർഫസിൽ കോട്ടഡ് ആയി ഇരിക്കാൻ സഹായിക്കുന്ന അഡ്ഹറിംഗ് പ്രോപ്പർട്ടി ആരാണ് കൊടുക്കുന്നത്? ബൈൻഡേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്? പ്രൊവൈഡ് ചെയ്യുന്നത്. ഒന്നുകൂടി നോക്കിയേ. ദിസ് അൺഅവോയ്ഡബിൾ കമ്പോണന്റ് ഓഫ് പെയിന്റ് protects the surface by forming a thin film, and these are responsible for the good adhesion of the paint coating on the substrate. Substrate എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഒബ്ജക്ട്, അതാണ് സബ്സ്ട്രേറ്റ് എന്ന് പറഞ്ഞത് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. Then it also assists the uniform distribution of pigments. എന്നപ്പോൾ നമ്മൾ അടുത്ത സെക്ഷനിൽ നമ്മൾ പഠിക്കും. ഇതിനകത്തുള്ള നമ്മുടെ പെയിന്റിലുള്ള അടുത്ത ഒരു കമ്പോണന്റ് ആണ് പിഗ്മെന്റ്സ്. അപ്പോൾ ഈ പറയുന്ന പെയിന്റിനകത്തുള്ള ഈ പിഗ്മെന്റ്സിനെ യൂണിഫോം ആയിട്ട് സർഫസിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് ആരെ സഹായിക്കുന്നു? ബൈൻഡേഴ്സ് എന്ത് ചെയ്യുന്നു? സഹായിക്കുന്നു. പറഞ്ഞ മനസ്സിലായോ? അപ്പൊ നമ്മൾ പറഞ്ഞ എന്തൊക്കെയാണ്? ബൈൻഡർ എന്ന് പറഞ്ഞ പ്രിൻസിപ്പൽ കമ്പോണന്റ് ആണ്. അത് എന്ത് ചെയ്യുന്നു? സർഫസിൽ ഒരു തിൻ കോട്ടിംഗ് ഉണ്ടാക്കാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു? ആ അപ്ലൈ ചെയ്ത പെയിന്റിനെ ആ സർഫസിൽ അഡ്ഹർ ചെയ്ത് പിടിച്ചു നിർത്താനായിട്ട് സഹായിക്കുന്ന ആരാണ്? ബൈൻഡേഴ്സ് ആണ്. പിന്നീട് പറഞ്ഞ എന്താണ്? പിഗ്മെന്റ്സിനെ യൂണിഫോം ആയിട്ട് ആ സർഫസിലേക്ക് വലിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ ആരെ സഹായിക്കുന്നു? ബൈൻഡേഴ്സ് സഹായിക്കുന്നു. Okay, then it is made up of a single or a combination of polymer. അപ്പൊ ബൈൻഡറിന്റെ കെമിസ്ട്രി പറയുകയാണ്. ബൈൻഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനകത്ത് ഒന്നുകിൽ ഒരു സിംഗിൾ പോളിമർ ആയിരിക്കാം, അല്ലെങ്കിൽ ഒന്നോ ഒന്നിൽ കൂടുതൽ പോളിമേഴ്സിന്റെ എന്തായിരിക്കും? ഒരു കൾമിനേഷൻ അല്ലെങ്കിൽ കോമ്പിനേഷൻ ആയിരിക്കാം. Then the binder is dissolved in a suitable solvent either in the form of a true solution or a colloidal suspension. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ബൈൻഡർ എങ്ങനെയാണ്? ഒരു പൗഡർ ഫോമിലൊന്നും ഇരിക്കുന്നതല്ല. ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു പെർട്ടിക്കുലർ സോൾവെന്റിൽ ഡിസോൾവ് ചെയ്തിട്ടാണ് നമ്മൾ എന്തിലേക്ക് ആഡ് ചെയ്യുന്നത്? നമ്മുടെ പിഗ്മെന്റ്സിലേക്ക് എന്ത് ചെയ്യുന്നത്? ആഡ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ ഇവരെല്ലാം ഒരു പ്രോപ്പർ റേഷ്യോയിൽ മിക്സ് ആയി വരുമ്പോഴാണ് അത് എന്തായിട്ട് മാറുന്നത്? പെയിന്റ് ആയിട്ട് മാറുന്നത്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദ ബൈൻഡർ ഈസ് ഡിസോൾവ്ഡ് ഇൻ എ സ്യൂട്ടബിൾ, എവിടെയാണ്? സോൾവെന്റ്. എന്തുകൊണ്ട് ഇവിടെ സ്യൂട്ടബിൾ എന്ന് പറയുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞു പെയിന്റ്സിന്റെ പല ടൈപ്പ് ഓഫ് പെയിന്റ്സ് ഉണ്ട് അല്ലെ? ഡിപ്പെൻഡിങ് upon the functions there are different type of paints. അപ്പോൾ ആ ഫംഗ്ഷൻ അനുസരിച്ച് എന്ത് മാറും? നമ്മൾ എടുക്കുന്ന എന്ത് മാറും? സോൾവെന്റ് മാറും. അതാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു സ്യൂട്ടബിൾ സോൾവെന്റ് നമ്മൾ ആരെ ഡിസോൾവ് ചെയ്യിക്കും? ബൈൻഡറിനെ ഡിസോൾവ് ചെയ്യിക്കും. അങ്ങനെ ഡിസോൾവ് ചെയ്യിക്കുമ്പോൾ അത് എന്തായിട്ടാണ് മാറുന്നത്? ഒന്നുകിൽ ഒരു ട്രൂ സൊല്യൂഷൻ. എന്താണ് ട്രൂ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ? നമ്മൾ ആഡ് ചെയ്യുന്ന ബൈൻഡർ നമ്മൾ ഡിസോൾവ് ചെയ്യുന്ന സോൾവെന്റിൽ നന്നായിട്ട് സോലുബിൾ ആയിട്ട് ഒരു എല്ലായിടത്തും ഈക്വൽ ആയിട്ട് ഒരു സൊല്യൂഷൻ ഫോമിലായിട്ട് ഇരിക്കും. അല്ലെങ്കിൽ ഏത് രൂപത്തിൽ കിടക്കാം? ഒരു കൊളോറൽ ഡിസ്പേർഷൻ, അതായത് പാർട്ടിക്കിൾസ് നന്നായിട്ട് അലിയാതെ ഒരു കൊളോറൽ ഡിസ്പേർഷൻ സ്റ്റേറ്റിലും എന്ത് കിടക്കാം? ആ ബൈൻഡർ പ്ലസ് സോൾവെന്റ് കിടക്കാം. ഓക്കെ. ഇത് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ പെയിന്റ് ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ബൈൻഡേഴ്സ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു 4 ടൈപ്പ് ബൈൻഡേഴ്സിനെ പറ്റിയിട്ടാണ് നമ്മൾ നോക്കുന്നത്. ആദ്യത്തെ ബൈൻഡർ എന്ന് പറഞ്ഞാൽ ആൽക്കലൈഡ് റെസിൻ ആണ്. ആൽക്കലോയിഡ് ഒന്നുമല്ല, ആൽക്കലൈഡ് റെസിൻ തന്നെയാണ്. അപ്പൊ നോക്കുക, ദീസ് ആർ ഓയിൽ മോഡിഫൈഡ് പോളിഎസ്റ്റർ റെസിൻ. ഓക്കെ, പോളിഎസ്റ്റർ ഇത് എങ്ങനെ മോഡിഫൈ ചെയ്തതാണ്? ഓയിൽ മോഡിഫൈഡ് പോളിഎസ്റ്റർ റെസിൻസ് ആണ് പ്രൊഡ്യൂസ്ഡ് ബൈ. ഓക്കെ, എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? പോളിബേസിക് കാർബോക്സിലിക് ആസിഡിന്റെയും അതുപോലെ തന്നെ പോളിഹൈഡ്രിക് ആൽക്കഹോൾസ്. ഇങ്ങനെ ആലോചിച്ചാൽ മതി. എസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആസിഡും ആൽക്കഹോളും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഓർഗാനിക് കോമ്പൗണ്ട് ആണ് എസ്റ്റർ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ആ എസ്റ്റർ ഉണ്ടാക്കാൻ എടുത്തിരിക്കുന്ന ആസിഡ് ഏതാണ്? പോളിബേസിക് കാർബോക്സിലിക് ആസിഡ് ആണ്. അതുപോലെ തന്നെ ആൽക്കഹോൾ ഏതാണ്? പോളിഹൈഡ്രിക്. എന്താണ് ഈ പോളിഹൈഡ്രിക് എന്നൊക്കെ പറഞ്ഞാൽ? OH ഗ്രൂപ്പ് ഒരുപാടുള്ള ആൽക്കഹോൾസിനെയാണ് എന്താണ് മോണോഹൈഡ്രിക്, ഡൈഹൈഡ്രിക്, പോളിഹൈഡ്രിക് എന്ന് പറയില്ല. അപ്പൊ ഒരുപാട് എന്ന് പറഞ്ഞാൽ രണ്ടോ അല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ OH ഗ്രൂപ്പ് വരുമ്പോഴാണ് നമ്മൾ അതിനെ പോളിഹൈഡ്രിക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ പോളിബേസിക് കാർബോക്സിലിക് ആസിഡും പോളിഹൈഡ്രിക് ആൽക്കഹോൾ അല്ലെങ്കിൽ എന്താകാം? പോളിയോൾസ് ആകാം. അപ്പൊ പ്രധാനമായിട്ട് നമ്മൾ പോളിഹൈഡ്രിക് ആൽക്കഹോൾസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ അത് രണ്ടും കൂടി മിക്സ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പോളിഎസ്റ്റർ എന്ന് പറയുന്നത്, പോളിഎസ്റ്റർ റെസിൻ എന്ന് പറയുന്നത്. ഇനി
മോസ്റ്റ് ഓഫ് ദ ആൽക്കലൈഡ് റെസിൻ, ഇവിടെ നമ്മൾ കൂടുതലായിട്ട് എടുക്കുന്ന കാർബോക്സിലിക് ആസിഡ് എന്ന് പറയുന്നത് താലിക് ആൻഹൈഡ്രൈഡ് ആണ്. പ്രധാനപ്പെട്ട എന്തായിട്ട് എടുക്കുന്നത്? പോളി ബേസിക് ആസിഡ് ആയിട്ട് എടുക്കുന്നത്. എന്താണ്? താലിക് ആസിഡ്. ഈ താലിക് ആസിഡിന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബെൻസീൻ റിങ്ങിനകത്ത് COH ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? താലിക് ആസിഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ താലിക് ആൻഹൈഡ്രൈഡ് ആണ് നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്? പോളി ബേസിക് ആസിഡ് ആയിട്ട് എടുക്കുന്നത്. അതുപോലെ ഗ്ലിസറോൾ ആണ് നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്? പോളിയോൾ ആയിട്ട് എടുക്കുന്നത്. എന്താ ഗ്ലിസറോളിന്റെ സ്ട്രക്ചർ? CH2OH CH2OH ഇതാണ് എന്തെന്ന് പറയുന്നത്? ഗ്ലിസറോൾ. അപ്പൊ ഇവിടെ നമ്മൾ എടുക്കുന്ന കാർബോക്സിലിക് ആസിഡ്, പോളി ബേസിക് കാർബോക്സിലിക് ആസിഡ് എന്താണ്? താലിക് ആസിഡിന്റെ സോൾട്ട് ആയിട്ടുള്ള താലിക് ആൻഹൈഡ്രൈഡും അതുപോലെ തന്നെ ഗ്ലിസറോൾ ആണ് നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്? പോളിഹൈഡ്രിക് ആൽക്കഹോൾ ആയിട്ട് എടുക്കുന്നത്. അത് രണ്ടും കൂടി മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് ആരെ കിട്ടും? ഈ പറഞ്ഞ ആൽക്കലൈഡ് റെസിനെ കിട്ടും. ഓക്കെ, ഇനി ഇതിന്റെ അഡ്വാൻറ്റേജ് എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഇതിന് എന്താണ്? ലോ കോസ്റ്റ് ആണ്, അതായത് ചീപ്പർ ആണ്. ദെൻ ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസ് വളരെ എന്തായിരിക്കും? അതായത് ലൈറ്റിന് നല്ല ട്രാൻസ്പെറന്റ് ആണ്, ലൈറ്റിനെ കണ്ടക്ട് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. ദെൻ ഫാസ്റ്റ് ഡ്രൈങ്, വളരെ വേഗം എന്ത് ചെയ്യും? ഇത് ഡ്രൈ ചെയ്യും. അതായത് ഇത്തരത്തിലുള്ള ബൈൻഡേഴ്സ് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ പെയിന്റിന്റെ എന്ത് കൂട്ടാൻ പറ്റും? നമുക്ക് ഡ്രൈയിങ് ടൈം എന്ത് ചെയ്യാൻ പറ്റും? ഫാസ്റ്റർ ആക്കാനായിട്ട് പറ്റും. പിന്നീട് ഇവിടെ ഒരു കാര്യം കൂടി പറയാം. നമ്മളിപ്പോ പറഞ്ഞില്ലേ, ഇതെന്താണ്? ഈ ആൽക്കലൈഡ് റെസിൻ എന്ന് പറയുന്നത് ഒരു മോഡിഫൈഡ് പോളിയെസ്റ്റർ ആണെന്നാണ് പറഞ്ഞത്. അപ്പൊ ആ പോളിയെസ്റ്റർ ഉണ്ടാക്കാൻ എടുക്കുന്ന ആസിഡും ആൽക്കഹോളും ആണ് നമ്മൾ മെൻഷൻ ചെയ്തത്. അതിൽ കമ്പൈൻ ചെയ്യുമ്പോൾ റിയാക്ഷൻ ഒന്നും നമുക്ക് പഠിക്കാനില്ല. ജസ്റ്റ് ആ എടുക്കുന്ന ആസിഡ് ഏതാണ്, ആൽക്കഹോൾ ഏതാണ്, അല്ലെങ്കിൽ ആ പോളിഹൈഡ്രിക് ആൽക്കഹോൾ ഏതാണ്, അത് മാത്രമേ ഉള്ളൂ നമുക്ക് പഠിക്കാൻ. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ അതിന്റെ റിയാക്ഷൻ എഴുതാഞ്ഞത്. ഇവിടെ ജസ്റ്റ് എന്ത് പഠിക്കുക? ഇതൊരു പോളിയെസ്റ്റർ റെസിൻ ആണ്. അത് കമ്പൈൻ ചെയ്യാൻ ഉപയോഗിക്കുന്നത് ആരെയൊക്കെയാണ്? ഒരു പോളി ബേസിക് ആസിഡും അതുപോലെ തന്നെ ഒരു എന്താണ്? പോളിഹൈഡ്രിക് ആൽക്കഹോൾസും ആണ്. ഇത്രയും കാര്യങ്ങൾ മാത്രം ഓർത്തിരുന്നാൽ മതി. അപ്പൊ ഇത് ഏത് കാറ്റഗറി വരുന്നതാണ്? ആൽക്കലൈഡ് റെസിൻ. ഓക്കെ, ദെൻ ഇതിന്റെ സ്ട്രക്ചർ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇത് പഠിക്കണ്ട, ജസ്റ്റ് ഇത് ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ. ഗ്ലിസറൈഡ്, താലിക് ആൻഹൈഡ്രൈഡ് എന്ത് കിട്ടുന്നു? ആൽക്കലൈഡ് റെസിൻ കിട്ടുന്നു. അടുത്തത് രണ്ടാമത്തെ ബൈൻഡർ കാറ്റഗറി ആണ് എന്തെന്ന് പറയുന്നത്? അക്രിലേറ്റ്സ്. എന്താണ്? നമ്മൾ അക്രിലിക് ആസിഡിനെ കേട്ടിട്ടില്ല. അപ്പൊ അക്രിലേറ്റ്സ്, the most common synthetic polymer. എന്താണ്? ഇതൊരു സിന്തറ്റിക് പോളിമർ ആണ്. എന്തെന്ന് പറയുന്നത്? acrylates എന്ന് പറയുന്നത്. അപ്പൊ the most common synthetic polymer used as binders are the acrylates. അപ്പൊ നേരത്തെ നമ്മൾ പഠിച്ച ആൽക്കലൈഡ് റെസിൻ എന്തായിരുന്നു? ആൽക്കലൈഡ് എന്തായിരുന്നു പഠിച്ചത്? അവര് ഓയിൽ മോഡിഫൈഡ് എന്താണ്? പോളിയെസ്റ്റർ റെസിൻ ആണ്. ഇപ്പൊ പറഞ്ഞ അക്രിലേറ്റ്സ് എന്താണ്? സിന്തറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരെയാണ് എന്തെന്ന് പറയുന്നത്? അക്രിലേറ്റ്സ് എന്ന് പറയുന്നത്. ദിസ് ഇസ് ബിക്കോസ് ഓഫ് ദെയർ സ്റ്റെബിലിറ്റി. ഇവർക്ക് എന്ത് കൂടുതലാണ്? സ്റ്റെബിലിറ്റി വളരെ. ഈ അക്രിലൈറ്റ്സ് എന്ന് പറയുന്ന ബൈൻഡേഴ്സിന് നമ്മുടെ നേരത്തെ പറഞ്ഞ ആൽക്കലൈഡ് റെസിനെ കമ്പയർ ചെയ്യുമ്പോൾ എന്ത് കൂടുതലാണ്? സ്റ്റെബിലിറ്റി കൂടുതലാണ്. അതുപോലെ ഡ്രൈയിങ് ഇതിനും ഒരുപോലൊക്കെ തന്നെയാണ്, ഡ്രൈയിങ് കൂടുതലാണ്. ബട്ട് എക്സലന്റ് ഒപ്റ്റിക്കൽ ആൻഡ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ്, അത് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പെട്ടെന്ന് ഇപ്പൊ ലൈറ്റോ അല്ലെങ്കിൽ ഹീറ്റോ അല്ലെങ്കിൽ ടെമ്പറേച്ചറോ ഒക്കെ അടിച്ചാലും എന്തായി പോകില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബ്ലിസ്റ്ററിങ്ങോ അല്ലെങ്കിൽ ക്രാക്കിങ്ങോ ഒന്നും പെയിന്റിന് ഉണ്ടാകത്തില്ല. വിച്ച് മീൻസ് ദിസ് മേക്സ് ദ പെയിന്റ് മോർ സ്റ്റേബിൾ. പെയിന്റിന്റെ സ്റ്റെബിലിറ്റി കൂട്ടുന്ന ആളാണ് ആരെന്ന് പറയുന്നത്? അക്രിലേറ്റ്സ്, കമ്പയർഡ് ടു ദാറ്റ് ഓഫ് ദ ആൽക്കലൈഡ് റെസിൻ. ഓക്കെ, സോ ദേ ഹാവ് എക്സലന്റ് ഒപ്റ്റിക്കൽ ആൻഡ് എന്ത് പ്രോപ്പർട്ടിയാണ്? മെക്കാനിക്കൽ പ്രോപ്പർട്ടി. Acrylic copolymers consist of methyl methacrylate, ethyl methacrylate, സ്റ്റൈറീൻ, അക്രിലോനൈറ്റ്. അപ്പൊ ഇതിനകത്ത് വരുന്ന ഈ കാറ്റഗറിക്കകത്ത് വരുന്ന പോളിമേഴ്സ്, അതായത് നമ്മൾ ഈ അക്രിലേറ്റ്സ് ആയിട്ട് ഉപയോഗിക്കുന്ന പോളിമേഴ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. മീഥൈൽ മെത്ത് ഈഥൈൽ മെത്തക്രിലേറ്റ്, സ്റ്റൈറീൻ, അതുപോലെ തന്നെ അക്രിലോനൈട്രിൽ. ഇത്രയും ആൾക്കാരാണ് നമ്മൾ എന്തായിട്ട് ഉപയോഗിക്കുന്നത്? അക്രിലേറ്റ്സ് ഉണ്ടാക്കാനായിട്ട് എടുക്കുന്ന പോളിമേഴ്സ്. ഓക്കെ, സോ ഇതാണ് രണ്ടാമത്തെ കാറ്റഗറി ഓഫ് ബൈൻഡേഴ്സ്, അക്രിലേറ്റ്സ് എന്ന് പറയുന്നത്. ദെൻ തേർഡ് കാറ്റഗറി ആണ് എന്തെന്ന് പറയുന്നത്? വിനൈൽ. സോ വിനൈൽ അസറ്റേറ്റ് എക്സിബിറ്റ്സ് good addition to a variety of substrate and it is inexpensive also. അപ്പൊ ഇതിന്റെ പ്രധാനപ്പെട്ട പ്രിൻസിപ്പൽ ഫംഗ്ഷൻ എന്താണ്? അഡ്ഹറിംഗ് പ്രോപ്പർട്ടി അല്ലെ. അപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞ ആദ്യത്തെ രണ്ട് ആൽക്കലൈഡിന്റെ കേസിലാണെങ്കിലും അക്രിലേറ്റിന്റെ കേസിലാണെങ്കിലും നമ്മൾ അവിടെ എന്ത് പ്രോപ്പർട്ടിയുടെ കാര്യം നമ്മൾ പറഞ്ഞില്ല? അഡിസീവ് പ്രോപ്പർട്ടിയുടെ കാര്യം നമ്മൾ എടുത്തു പറഞ്ഞില്ല. അപ്പൊ അഡിസീവ് പവർ കൊടുക്കുന്ന ആരാണ്? വിനൈൽ ബൈൻഡേഴ്സ് ആണ് എന്ത് കൊടുക്കുന്നത്? അഡിസീവ് പവർ കൊടുക്കുന്നത്. ഇനി അതുപോലെ തന്നെ ഇതിന്റെ വേറൊരു അഡ്വാൻറ്റേജ് എന്താണ്? ഇൻഎക്സ്പെൻസീവ് ആണ്. ആൻഡ് ഇറ്റ് ഈസ് ഹോമോ പോളിമർ ഹാവിംഗ്
പുവർ ഫാസ്റ്റ്നെസ് പ്രോപ്പർട്ടീസ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ്. അപ്പൊ എന്താണ് ഇതിന്റെ വാട്ടർ റെസിസ്റ്റൻസ് എന്താണ് വളരെ കൂടുതലാണ്. ആർക്ക്? വിനൈൽ ബൈൻഡേഴ്സിന് എന്ത് കൂടുതലാണ്? വാട്ടർ റെസിസ്റ്റിംഗ് കപ്പാസിറ്റി എന്താണ് വളരെ കൂടുതലാണ്. ആൻഡ് ദീസ് ലിമിറ്റ് ഇനി പക്ഷെ ഇതിന്റെ ഒരു വേറെ പ്രശ്നം എന്താണ്? പുവർ ഫാസ്റ്റ്നെസ് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ ഇതിന് ഡ്രൈ ചെയ്യാനുള്ള ഒരു എബിലിറ്റി എന്താണ്? കുറവാണ്. അതിനെയാണ് നമ്മൾ പുവർ ഫാസ്റ്റ്നെസ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ടെണ്ണത്തിനും ഡ്രൈയിങ് ടൈം എന്താണ്? ഫാസ്റ്റ് അല്ലെങ്കിൽ പെട്ടെന്ന് ഡ്രൈ ചെയ്യുമെന്നാണ് നമ്മൾ പറഞ്ഞത്. പക്ഷെ ഇതിന് എന്ത് കുറവാണ്? പുവർ ഫാസ്റ്റ്നെസ് പ്രോപ്പർട്ടീസ് ആണ്. അപ്പോ ഈ ഒരു പ്രോപ്പർട്ടീസ് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതിലെ വിനൈൽ ക്ലോറൈഡോ അല്ലെങ്കിൽ അക്രലിക്കോ അല്ലെങ്കിൽ മിത്ത് അക്രലിക് എസ്റ്റേഴ്സ് അല്ലെങ്കിൽ സ്റ്റൈറൈൻ ഇങ്ങനെയുള്ള ആൾക്കാരുമായിട്ടൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് മിക്സ് ചെയ്യാം. അതായത് നമ്മൾ വിനൈൽ ബൈൻഡേഴ്സിനകത്ത് വരുന്ന ഒരാളാണ് വിനൈൽ അസറ്റേറ്റ്. അപ്പൊ വിനൈൽ അസറ്റേറ്റ് ജനറലി അതിന്റെ ഫംഗ്ഷൻ എന്താണ്? നമ്മൾ അഡിസീവ് പവർ കൂട്ടുന്നു. ബട്ട് അതിന്റെ ഡിസഡ്വാൻറ്റേജ് ആണ് നമ്മൾ പറഞ്ഞത് എന്താണ്? പുവർ ഫാസ്റ്റ്നെസ് പ്രോപ്പർട്ടീസും വാട്ടർ റെസിസ്റ്റൻസും എന്താണ്? അവർക്ക് കുറവാണ് കേട്ടോ. പുവർ ഫാസ്റ്റ്നെസ് പ്രോപ്പർട്ടീസ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ്, അതായത് ഫാസ്റ്റ്നെസ് പ്രോപ്പർട്ടിയും ഈർപ്പമയം അതിനുണ്ട്. അപ്പൊ അത് കുറയ്ക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ വിനൈൽ അസറ്റേറ്റിനെ നമ്മൾ എന്ത് ചെയ്യണം? വിനൈൽ ക്ലോറൈഡുമായിട്ടോ അല്ലെങ്കിൽ അക്രിലിക്കുമായിട്ടോ അല്ലെങ്കിൽ മെത്ത് അക്രിലിക് എസ്റ്റേഴ്സുമായിട്ടോ അല്ലെങ്കിൽ സ്റ്റൈറീനുമായിട്ടോ ഇവരാരെങ്കിലുമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കമ്പൈൻ ചെയ്യുന്ന സമയത്ത് അവരുടെ എന്ത് കൂടും? ഈ പറയുന്ന ഫാസ്റ്റനിങ് പവർ കൂടും. അതുപോലെ വാട്ടർ റെസിസ്റ്റൻസ് എന്ത് ചെയ്യും? അവർക്ക് കൂടും. ഇനി the decorative vinyls are emulsions in water, while heavy duty and industrial purpose use vinyls in organic solvents or as dispersion in plasticizer. എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? ഡെക്കറേറ്റീവ് പർപ്പസ്. അപ്പൊ നമ്മൾ പറഞ്ഞില്ലേ പെയിന്റ്സിന് നമ്മൾ പല പർപ്പസിന് നമ്മൾ യൂസ് ചെയ്യും. അപ്പൊ ഡെക്കറേറ്റീവ് പർപ്പസിനൊക്കെ ആണെങ്കിൽ നമ്മൾ അതിനെ ജസ്റ്റ് ഈ വിനൈൽ ബൈൻഡറിനെ നമ്മൾ എവിടെ എടുക്കുന്നത്? വാട്ടറിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മിക്സ് ചെയ്യുന്നത്. ഇനി അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ പർപ്പസിനാണെങ്കിൽ നമ്മൾ ഈ വിനൈൽസിനെ എവിടെയാണ് നമ്മൾ മിക്സ് ചെയ്യുന്നത്? ഓർഗാനിക് സോൾവെന്റ്സിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മിക്സ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് എന്തുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്? വിനൈൽ എന്ന് പറയുന്ന ബൈൻഡറുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയാനുള്ളത്. അപ്പൊ ഒന്നുകൂടി പറയാം, പ്രധാനമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വിനൈൽ ബൈൻഡർ എന്ന് പറയുന്നത് ഒരു വിനൈൽ അസറ്റേറ്റ് ആണ്. അപ്പൊ ഇതിന്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അഡ്ഹറിംഗ് പ്രോപ്പർട്ടി എന്താണ്? കൂടുതലാണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം അതിന്റെ ഡിസഡ്വാൻറ്റേജ് ആണ് എന്തെന്ന് പറയുന്നത്? അത് പെട്ടെന്ന് എന്ത് ചെയ്യുന്നു? അതായത് പെട്ടെന്ന് അത് ഉണങ്ങുന്നില്ല. ഫാസ്റ്റ്നെസ് പ്രോപ്പർട്ടി അവർക്ക് കുറവാണ്. അതുപോലെ തന്നെ വാട്ടർ റെസിസ്റ്റൻസ് അവർക്ക് എന്താണ്? കുറവാണ്. അപ്പൊ ഈ രണ്ട് ഡിസഡ്വാൻറ്റേജിനെയും ഓവർകം ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം? അതിന്റെ ഈ പറയുന്ന വിനൈൽ ക്ലോറൈഡ്, അക്രിലിക് അല്ലെങ്കിൽ മെത്ത് അക്രിലിക് എസ്റ്റേഴ്സ് ഓർ സ്റ്റൈറിൻ ഈ പറയുന്ന ആൾക്കാരുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ അവരുടെ ഈ പറയുന്ന ഡ്രൈയിങ് പ്രോപ്പർട്ടീസ് നമുക്ക് കൂട്ടാം, അല്ലെങ്കിൽ റെസിസ്റ്റൻസ് പവർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൂടാൻ പറ്റും. ഇനി ഈ വിനൈൽ ബൈൻഡേഴ്സിനെ നമുക്ക് എന്ത് ചെയ്യണം? ഒരു അപ്രോപ്രിയേറ്റ് സോൾവെന്റ് നമുക്ക് മിക്സ് ചെയ്യണം. എന്നിട്ട് നമുക്ക് എന്തിലേക്ക് കൊടുക്കാൻ പറ്റൂ? പെയിന്റ് ഉണ്ടാക്കുന്ന മിക്സറിലേക്ക് നമുക്ക് ഇൻകോപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോ ഡെക്കറേറ്റീവ് വിനൈൽസ് ആയിട്ട് ഉപയോഗിക്കുന്ന ബൈൻഡേഴ്സിനെ നമ്മൾ വാട്ടറിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മിക്സ് ചെയ്യുന്നത്. ആൻഡ് അതുപോലെ ഇൻഡസ്ട്രിയൽ പർപ്പസിന് യൂസ് ചെയ്യുന്ന ബൈൻഡേഴ്സിനെ നമ്മൾ എന്താണ്? ഓർഗാനിക് സോൾവെന്റ്സിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മിക്സ് ചെയ്യുന്നത്. ഇത്രയും കാര്യമാണ് നമ്മൾ വിനൈൽ ബൈൻഡറുമായിട്ട് റിലേറ്റ് ചെയ്ത് പറഞ്ഞു. നാലാമത്തെ ബൈൻഡർ ആണ് ഏതെന്ന് പറയുന്നത്? എപ്പോക്സി റെസിൻ. നമ്മൾ ആദ്യം പറഞ്ഞ റെസിൻ ഏതാണ്? ആദ്യം പറഞ്ഞ ബൈൻഡർ ഏതാണ്? ആൽക്കലൈഡ് ബൈൻഡർ. രണ്ടാമത് പറഞ്ഞത് അക്രിലേറ്റ്. മൂന്നാമത് പറഞ്ഞത് വിനൈൽ. നാലാമത് പറയാൻ പോകുന്നത് ഏതാണ്? എപ്പോക്സി റെസിൻ. ഇതാണ് എന്തെന്ന് പറയുന്നത്? നാലാമത്തെ ബൈൻഡർ. അപ്പൊ ഇത് നമ്മൾ കൂടുതലും ഉപയോഗിക്കുന്നത് ഇൻഡസ്ട്രിയൽ കോട്ടിംഗ് പർപ്പസ്, അതായത് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സിന്റെ കോട്ടിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആരെ ഉപയോഗിക്കുന്നത്? എപ്പോക്സി റെസിൻ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി നോക്കിക്കേ, ഇതിന്റെ പ്രധാനപ്പെട്ട പ്രോപ്പർട്ടി എന്താണ്? ഹൈ റെസിസ്റ്റന്റ്. അതിന് എന്ത് കൂടുതലാണ്? റെസിസ്റ്റിവിറ്റി വളരെ. റെസിസ്റ്റൻസിനോട് എന്തിനെതിരെ ആയിരിക്കും? ഈ പറയുന്ന പോലെ ഹ്യൂമിഡിറ്റി അല്ലെങ്കിൽ കെമിക്കൽ അറ്റാക്ക് ഇങ്ങനെയുള്ള കെമിക്കൽസിനെതിരെയുള്ള അറ്റാക്കിംഗ് റെസിസ്റ്റൻസ് വളരെ എന്തായിരിക്കും? കൂടുതലായിരിക്കും. കൊറോസീവ് റെസിസ്റ്റൻസ് ആയിരിക്കും, അതായത് പെട്ടെന്ന് കൊറോഡ് ചെയ്യില്ല, കൊറോസീവ് റെസിസ്റ്റന്റ് ആയിരിക്കും. ആൻഡ് ദെൻ അവരുടെ എന്തും കൂടുതലായിരിക്കും? അഡിസീവ് പ്രോപ്പർട്ടി, അല്ലെ? അവർക്ക് അഡർ ചെയ്യാനുള്ള പ്രോപ്പർട്ടി എന്തായിരിക്കും? കൂടുതലായിരിക്കും. അപ്പൊ നമ്മൾ പറഞ്ഞ എന്തൊക്കെയാണ്? ഇവർ നമ്മൾ ഇൻഡസ്ട്രിയൽ കോട്ടിംഗ് പർപ്പസിനാണ് നമ്മൾ എന്ത് ചെയ്ത് യൂസ് ചെയ്യുന്നത്. ഹൈ റെസിസ്റ്റൻസ് ആയിരിക്കും, ഹൈ കൊറോസീവ് പവർ ആയിരിക്കും, ആൻഡ് അവരുടെ അഡ്ഹസീവ് പ്രോപ്പർട്ടി എന്തായിരിക്കും? വളരെ കൂടുതലായിരിക്കും. ഓക്കെ, ദെൻ ഇതിന് നമ്മൾ പ്രധാനമായിട്ടും ഈ എപ്പോക്സി റെസിൻ പ്രിപ്പയർ ചെയ്യുന്നതാണ് ബിസ്ഫിനോൾ എ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ടും 3-chloro-1,2 എപ്പോക്സി പ്രൊപ്പൈൻ എന്ന് പറയുന്ന ഈ രണ്ട് കെമിക്കൽസിനെയും കൂടെ മിക്സ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എപ്പോക്സി റെസിൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എടുത്തിരിക്കുന്ന ബിസ്ഫിനോളിന് നോക്കിയേ, ബിസ്ഫിനോളിന്റെ സ്ട്രക്ചർ നോക്കിക്കേ. 2 ഫിനോൾ റിങ്, എന്നിട്ട് നടുക്കൊരു കാർബണുമായിട്ട് 2 എന്ത് കണക്ട് ചെയ്തിരിക്കുന്നു? മീഥൈൽ ഗ്രൂപ്പ് കണക്ട് ചെയ്തിരിക്കുന്നു. ദെൻ ഇതെന്താണ്? എപ്പോക്സി എന്ന് പറയുമ്പോൾ ഇത് നമ്മൾ ഈ ഇങ്ങനെ ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്താ പറയുന്നത്? എപ്പോക്സി. ഒരു ഓക്സിജൻ ലിങ്കേജ് വരുന്നത്. അപ്പൊ ഇതൊരു എപ്പോക്സി ആണ്.
പിന്നീട് ഇതെന്താണ് 3-chloro എപ്പോക്സി എന്താണ്, അതായത് 1, 2, 3. ഓക്കെ, അപ്പൊ മൂന്നാമത്തെ പൊസിഷനിൽ എന്ത് വന്നിരിക്കുന്നത്? ക്ലോറോ. അപ്പൊ 3-chloro, 1-ലും 2-ലുമാണ് എപ്പോക്സി ലിങ്കേജ്. സോ 3-chloro 1, 2 എപ്പോക്സി പ്രൊപ്പേൻ. എത്ര കാർബൺ ഉണ്ട്? 3 കാർബൺ. അപ്പൊ 1, 2 3-chloro 1, 2 എപ്പോക്സി പ്രൊപ്പേൻ. ഓക്കെ, അപ്പൊ അത് എന്നോട് മിക്സ് ചെയ്യുമ്പോൾ ഇതിന്റെ മെക്കാനിസം ഒന്നും നമുക്ക് പഠിക്കാനില്ല, ജസ്റ്റ് ഒന്ന് പറയുകയാണ് എങ്ങനെയാണ് ഈ ഒരു പ്രോഡക്റ്റ് കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഈ ഒരു എച്ചും പിന്നെ ഈ ഒരു CL-ഉം കൂടെ എന്ത് പോകുന്നു? HCl പോകുന്നു. ആ എച്ചും അപ്പുറത്തെ CL കൂടെ HCl പോയിട്ട് ബാക്കിയുള്ള കോമ്പൗണ്ട്, അതായത് ഇവിടെ റോ അതുപോലെ നിൽപ്പുണ്ട്, ബാക്കി ഇവിടെ എന്തുണ്ട്? CH2 ഉണ്ട്, പിന്നെ CHOH, CH2. ഇത്രയും സാധനം എങ്ങനെയാണ് ഈ ഒരു കോമ്പൗണ്ട് എന്ത് ചെയ്തിരിക്കുന്നത്? ഉണ്ടായിരിക്കുന്നത്. നമുക്കത് പഠിക്കാനില്ല, ജസ്റ്റ് മനസ്സിലാക്കി മാത്രം വെച്ചാൽ മതി. എന്താണ് ഇവിടുത്തെ കമ്പോണൻസ് എന്താണ്? ബിസ്ഫിനോൾ എയും 3-chloro 1, 2 എപ്പോക്സി പ്രൊപ്പൈൻ കൂടെ ചേരുമ്പോഴാണ് നമ്മുടെ എപ്പോക്സി റെസിൻ എന്ത് ചെയ്തത്? കിട്ടിയിരിക്കുന്നത്. അത് മാത്രം പഠിച്ചാൽ മതി. ആ കമ്പോണൻസ് ഏതാണെന്ന് മാത്രം എന്ത് ചെയ്താൽ മതി? ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഓക്കെ, അല്ലാതെ സ്ട്രക്ചർ എഴുതാനൊന്നും ചോദിക്കില്ല. നെക്സ്റ്റ്, എപ്പോക്സി റെസിൻസ് ക്യാൻ ബി പ്രിപ്പയർഡ് ഇൻ ഓർഗാനിക് സോൾവെന്റ്സ് ലൈക്ക്, ഇതിന് പ്രിപ്പയർ ചെയ്യാൻ ഉപയോഗിക്കുന്ന സോൾവെന്റ്സ് ഏതാണ്? ആരോമാറ്റിക് ഹൈഡ്രോകാർബൺസ് ആകാം, അല്ലെങ്കിൽ ആൽക്കഹോൾസ് ആകാം, അല്ലെങ്കിൽ എസ്റ്റേഴ്സ് ആകാം. ഇങ്ങനെയുള്ള ഓർഗാനിക് സോൾവെന്റ്സിലാണ് നമ്മൾ ആരെ പ്രിപ്പയർ ചെയ്യുന്നത്? എപ്പോക്സി റെസിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രിപ്പയർ ചെയ്യുന്നത്. ഓർ ക്യാൻ ബി യൂസ്ഡ് ആസ് ഡിസ്പേർഷൻ ഇൻ വാട്ടർ, അല്ലെങ്കിൽ സിംപ്ലി നമുക്ക് എവിടെ മിക്സ് ചെയ്യാം? വാട്ടറിലെടുത്ത് എന്ത് ചെയ്യാൻ പറ്റും? മിക്സ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പൊ വാട്ടറിലെടുത്ത് മിക്സ് ചെയ്യുമ്പോൾ അത് എമൽഷൻ ആയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? കിടക്കുന്നത്. ഓക്കെ, എമൽഷൻ ആയിട്ടായിരിക്കും. അറിയാലോ, എമൽഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കൊളോയിഡൽ ഫോം ആണ്. ദെൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇന്റീരിയർ കോട്ടിങ്സിനാണ് നമ്മൾ ആരെ ഉപയോഗിക്കുന്നത്? അതായത് ചില ഒബ്ജക്ട്സിനൊക്കെ നമ്മൾ സർഫസ് കോട്ടിംഗ് അല്ല, അകത്ത് കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആരെ എടുക്കുന്നത്? ഈ പറയുന്ന എപ്പോക്സി റെസിൻസിനെ നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് ഇന്റീരിയർ കോട്ടിംഗ് പർപ്പസ് ഉള്ള പെയിന്റിൽ യൂസ് ചെയ്യുന്ന ബൈൻഡർ ആണ് ഏതെന്ന് പറയുന്നത്? നമ്മുടെ എപ്പോക്സി റെസിൻ ബൈൻഡർ എന്ന് പറയുന്നത്. അപ്പോ നമ്മൾ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന എന്തിനെ പറ്റിയിട്ടാണ്? പെയിന്റ്സിനകത്ത് യൂസ് ചെയ്യുന്ന പ്രൈമറി കോൺസ്റ്റിറ്റ്യൂവന്റ് ആയിട്ടുള്ള ബൈൻഡേഴ്സിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് ബൈൻഡർ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ബൈൻഡർ എന്ന് പറയുമ്പോൾ എന്താണ്? അത് ആ സർഫസിലേക്ക് ഒരു തിൻ കോട്ടിംഗ് ആയിട്ട് പെയിന്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിന്റെ തിൻ കോട്ടിംഗ് ആയിട്ട് പെയിന്റ് ഫോം ചെയ്യാൻ കാരണം ആരാണ്? ബൈൻഡർ ആണ്. അഡ്ഹറിംഗ് കപ്പാസിറ്റി കൂടുതലാണ്. അതുപോലെ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എന്താണ്? പെയിന്റ്സ് ആണ്. ഓക്കെ, പിന്നീട് നമ്മൾ പറഞ്ഞ എന്താണ്? ഇതിനെ നമ്മൾ ഒന്നുകിൽ ഇതിനെ ഏതെങ്കിലും ഒരു സ്യൂട്ടബിൾ സോൾവെന്റിലായിട്ട് നമ്മൾ ഡിസോൾവ് ചെയ്യിക്കും. അത് എന്തിന്റെ രൂപത്തിലായിരിക്കാം? ഒന്നുകിൽ ഒരു ട്രൂ സൊല്യൂഷൻ ആയിട്ട് നിൽക്കും, അല്ലെങ്കിൽ ഒരു ഡിസ്പോഷൻ ആയിട്ട് നിൽക്കും. പിന്നീട് നമ്മൾ പറഞ്ഞത് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ബൈൻഡേഴ്സ് ആണ്. ആദ്യം പറഞ്ഞ ബൈൻഡർ ഏതാണ്? ആൽക്കലൈഡ് റെസിൻ ആണ്. ആൽക്കലൈഡ് റെസിന് എന്താണ്? ഒരു മോഡിഫൈഡ് പോളിയെസ്റ്റർ റെസിൻ ആണെന്ന് പറഞ്ഞു. ആ പോളിയെസ്റ്റർ ഉണ്ടാക്കാൻ നമ്മൾ കോമൺലി എടുക്കുന്നത് ഒരു പോളി ബേസിക് കാർബോക്സിലിക് ആസിഡും കാണും, ഒരു പോളിഹൈഡ്രിക് ആൽക്കഹോൾസും കാണും എന്ന് പറഞ്ഞു. അതിൽ ഒരു പോളി ബേസിക് കാർബോക്സിലിക് ആസിഡ് ആയിട്ട് ഉപയോഗിക്കുന്നത് ആരെയാണ്? താലിക് ആൻഹൈഡ്രൈഡ് ആണ്. ഇനി പോളിഹൈഡ്രിക് ആൽക്കഹോൾസ് ആയിട്ട് എടുക്കുന്നത് ആരെയാണ്? ഗ്ലിസറോളിനെയാണ്. പിന്നെ അതിന്റെ പ്രോപ്പർട്ടീസ് നമ്മൾ പറഞ്ഞു. അതിനുശേഷം രണ്ടാമതായിട്ട് നമ്മൾ പറഞ്ഞത് ആരെയാണ്? അക്രിലൈറ്റ്സിനെയാണ്. അപ്പൊ അക്രിലൈറ്റ്സിന്റെ അകത്ത് വരുന്നത് അതൊരു സിന്തറ്റിക് പോളിമർ ആണ്. ഇനി പ്രധാനപ്പെട്ട അക്രിലൈറ്റ് പോളിമേഴ്സ് ആയിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരെയാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ദെൻ അടുത്തത് മൂന്നാമത്തത് വിനൈൽ ബൈൻഡേഴ്സ് ആണ്. വിനൈൽ ബൈൻഡേഴ്സ് എന്ന് പറയുമ്പോൾ അവർക്ക് അഡ്സീവ് പവർ കൂടുതലാണ്. ബട്ട് വിനൈൽ അസറ്റേറ്റ് എന്ന് പറയുന്ന ഒരാൾക്ക് എന്ത് കുറവാണ്? ഫാസ്റ്റിംഗ് പ്രോപ്പർട്ടി, അതായത് പെട്ടെന്ന് ഡ്രൈ ആവില്ല. അതുപോലെ തന്നെ അവർക്ക് വാട്ടർ റെസിസ്റ്റിവിറ്റി കുറവാണ്. അപ്പൊ അത് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? വേറെ കുറെ ആൾക്കാരുമായിട്ട് മിക്സ് ചെയ്യുന്നു. പിന്നീട് നമ്മൾ പറഞ്ഞ എന്താണ്? ഡെക്കറേറ്റീവ് വിനൈൽസിന് പ്രിപ്പയർ ചെയ്യുന്നത് ആ വിനൈൽസിനെ നമ്മൾ എവിടെ നമ്മൾ മിക്സ് ചെയ്യും? വാട്ടറിലാണ്. ഇനി ഇൻഡസ്ട്രിയൽ പർപ്പസിനുള്ളതിനെ പ്രിപ്പയർ ചെയ്യുന്നത് ഓർഗാനിക് സോൾവെന്റ്സിലാണ് എന്ത് ചെയ്യുന്നത്? മിക്സ് ചെയ്യുന്നത്. പിന്നീട് നമ്മൾ പറഞ്ഞത് എപ്പോക്സി റെസിൻ ആണ്. എപ്പോക്സി റെസിൻ നമ്മൾ ഇൻഡസ്ട്രിയൽ കോട്ടിംഗ് പർപ്പസിലാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഹൈ റെസിസ്റ്റിവിറ്റി ഉണ്ട്, ഹൈ കൊറോസിവിറ്റി ഉണ്ട്, അതുപോലെ തന്നെ അഡ്സീവ് പ്രോപ്പർട്ടി വളരെ കൂടുതലാണ്. പ്രധാനമായിട്ടും എപ്പോക്സി റെസിൻസ് ഉണ്ടാക്കുന്നത് ബിസ്ഫിനോൾ എയിൽ നിന്നും 3-chloro 1, 2 എപ്പോക്സി പ്രൊപ്പൈനിൽ നിന്നുമാണ്. അതാണ് സ്പെസിഫൈ ചെയ്ത് പഠിക്കേണ്ടത്. പിന്നീട് നമ്മൾ പറഞ്ഞത് ഇതിനെ ഡിസോൾവ് ചെയ്യാൻ എടുക്കുന്ന ഓർഗാനിക് സോൾവെന്റ്സ് എന്ന് പറയുന്നത് എന്താണ്? ആരോമാറ്റിക് ഹൈഡ്രോ കാർബൺസ് ആകാം, അല്ലെങ്കിൽ ആൽക്കഹോൾസ് ആകാം, അല്ലെങ്കിൽ എന്താകാം? എസ്റ്റേഴ്സ് ആകാം. അതുപോലെ തന്നെ കൂടുതലും ഇതിന് ഇന്റീരിയർ കോട്ടിംഗ് പർപ്പസിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഉപയോഗിക്കുന്നത്. ഓക്കെ അല്ലെ? സോ ഇത്രയുമാണ് പെയിന്റിന്റെ മേജർ കമ്പോണന്റ് ആയിട്ടുള്ള ബൈൻഡർ എന്ന ടോപ്പിക്കിനെ പറ്റി നമുക്ക് പറയാനുള്ളത്. ഇനി നമ്മൾ ഈ 4 ബൈൻഡർ പറഞ്ഞപ്പോഴും നമ്മളിങ്ങനെ എടുത്തെടുത്ത് പറഞ്ഞു ഇന്ന ബൈൻഡറിനെ ഈ സോൾവെന്റിലാണ് ഡിസോൾവ് ചെയ്യുന്നത്. ചിലർക്ക് വാട്ടർ മതി, ചിലർക്ക് എന്താണ് ഓർഗാനിക് സോൾവെന്റ്സ് ആയിട്ടുള്ള ഹൈഡ്രോ കാർബൺസ് മതി, അല്ലെങ്കിൽ ആൽക്കഹോൾസ് മതി, എസ്റ്റേഴ്സ് മതി എന്നൊക്കെ പറഞ്ഞു. അപ്പൊ നമുക്ക് ഇനി അടുത്ത ഒരു ടോപ്പിക് നമ്മൾ നോക്കുന്നത് എന്താണ്? ജസ്റ്റ് സോൾവെന്റ്സ് എന്താണെന്നാണ്. എന്തിനാണ് നമ്മൾ ഈ സോൾവെന്റിൽ ഈ ബൈൻഡറിനെ ഡിസോൾവ് ചെയ്യുന്നത്? വെറുതെ എടുത്ത് ബൈൻഡറിനെ ഇട്ടാ പോരെ
എന്തിനൊരു ഒരു സോൾവെന്റിൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ പെയിന്റിൽ ആഡ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇപ്പോ solvents are chemicals used as a carrier that makes the paint a liquid material and fluid with a specific viscosity. കണ്ടോ, അതായത് ഈ പറയുന്ന ബൈൻഡർ പോലെയുള്ള പെയിന്റിന്റെ കോൺസ്റ്റിറ്റ്യുവൻസിനെ നമ്മൾ എവിടെയാണ് ഡിസോൾവ് ചെയ്യിക്കുന്നത്? ഒരു പെർട്ടിക്കുലർ സോൾവെന്റിലാണ് ഡിസോൾവ് ചെയ്യിക്കുന്നത്. ഇനി ആ സോൾവെന്റിന്റെ ഫംഗ്ഷൻ എന്താണ്? ഈ സോൾവെന്റ് ആണ് ഈ പറയുന്ന ബൈൻഡേഴ്സിനെ ആണെങ്കിലും പിഗ്മെന്റ്സിനെ ആണെങ്കിലും എന്ത് ചെയ്തുകൊണ്ട് പോകുന്നത്? വലിച്ചുകൊണ്ട് മൊത്തത്തിൽ എന്ത് ചെയ്യുന്നത്? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ദാറ്റ് ഈസ് കോൾഡ് ആസ് എന്താണ്? കാരിയർ. ഓക്കെ. അപ്പൊ അത് എന്ത് കൊടുക്കുന്നു? അതുകൊണ്ട് തന്നെ പെയിന്റിന് ഒരു ലിക്വിഡ് പ്രോപ്പർട്ടി കൊടുക്കുന്നു. അറ്റ് ദ സെയിം ടൈം അത് എന്താണ്? അതിന്റെ സ്പെസിഫിക് വിസ്കോസിറ്റി കൊടുക്കുന്നു, അല്ലെ? നമ്മളിപ്പം ഒരു വെള്ളം എടുത്തൊഴിക്കുന്ന പോലാണോ നമ്മൾ പെയിന്റിനെ നോക്കുമ്പോൾ കാണാൻ പറ്റുന്നതല്ല. കുറച്ചുകൂടി എന്തുണ്ട്? ഒരു കൺസിസ്റ്റൻസി ഉണ്ട്, ഒരു പ്രത്യേക തരം വിസ്കോസിറ്റി ഉണ്ട്, അല്ലെ? സോ ആ ഒരു സ്പെസിഫിക് വിസ്കോസിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? ഈ പറയുന്ന നമ്മൾ എടുക്കുന്ന സോൾവെന്റ് ആണ്. ഓക്കെ. അപ്പൊ സോൾവെന്റ് മാറുമ്പോൾ എന്ത് മാറും? ആ പെർട്ടിക്കുലർ പെയിന്റിന്റെ വിസ്കോസിറ്റി എന്റെയും മാറും. The main purpose of the solvent is to adjust the viscosity of the paint. ഇപ്പൊ പറഞ്ഞ പോയിന്റ് തന്നെയാണ്. പെയിന്റിന്റെ വിസ്കോസിറ്റിയെ കൂട്ടാനും കുറയ്ക്കാനും ചേഞ്ച് ചെയ്യാനും ഒക്കെ ആര് സഹായിക്കുന്നു? നമ്മുടെ സോൾവെന്റ് സഹായിക്കുന്നു. ഇറ്റ് ഡിസോൾവ്സ് ഓർ ഡിസ്പേഴ്സ് ദ വേരിയസ് കമ്പോണൻസ് ഓഫ് ഇൻ എ പെയിന്റ്. ഞാനിപ്പോ പറഞ്ഞത് തന്നെയാണ്, പെയിന്റിനകത്തുള്ള പല പല കമ്പോണൻസ് ആണ് ബൈൻഡേഴ്സ്, പിന്നെ പറഞ്ഞ എന്താണ് നമ്മൾ പഠിക്കാൻ പോകുന്ന പിഗ്മെന്റ്സ്, പിന്നെ ഫില്ലേഴ്സ്, തിന്നേഴ്സ്, ഇങ്ങനെ പല പല സാധനങ്ങളുണ്ട്. അപ്പൊ ഇതിനെയൊക്കെ പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യുന്നു? ഡിസോൾവ് ചെയ്യിക്കാൻ സഹായിക്കുന്ന ആരാണ്? ഈ പറയുന്ന സോൾവെന്റ് ആണ്. ഓക്കെ. അപ്പൊ അങ്ങനെ ഡിസോൾവ് ചെയ്യിക്കുമ്പോൾ മാത്രമേ ആ പെയിന്റിന് നമ്മൾ ഉദ്ദേശിക്കുന്ന എന്ത് കിട്ടത്തുള്ളൂ? ഒരു കൺസിസ്റ്റൻസി കിട്ടത്തുള്ളൂ. ഇറ്റ് ഓൾസോ ഹെൽപ്സ് ടു തിൻ ദ പെയിന്റ് സോ ദാറ്റ് ഇറ്റ് ക്യാൻ ബി അപ്ലൈഡ് സ്മൂത്ത്ലി ഓൺ എ സർഫസ്, അല്ലെ? കാരണം നമ്മളൊരു പെയിന്റിനെ എടുത്ത് നമുക്കൊരു പർട്ടിക്കുലർ സർഫസിൽ നമ്മൾ അടിക്കണമെങ്കിൽ നമ്മളിപ്പോൾ നമുക്ക് തന്നെ അറിയാം, നമ്മൾ മേടിച്ചുകൊണ്ട് വരുന്ന പെയിന്റ് അതുപോലെ നമ്മൾ ഡൈല്യൂട്ട് ചെയ്തിട്ട് ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമുക്ക് അപ്ലൈ ചെയ്യേണ്ട സർഫസ് നമ്മൾ കോട്ട് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ നമുക്ക് ഡൈല്യൂട്ട് ചെയ്യണമെങ്കിൽ പോലും നമ്മൾ ആദ്യം എടുക്കുന്ന സോൾവെന്റിന് എന്തായിരിക്കണം? ആ ഒരു പെർട്ടിക്കുലർ പ്രോപ്പർട്ടി വേണം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? നമ്മൾ ഉദ്ദേശിക്കുന്ന കൺസിസ്റ്റൻസിയിൽ നമുക്ക് പെയിന്റിനെ ഡയലൂട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റില്ല. അപ്പൊ അതാണ് പറയുന്നത് ആ തിൻ, പെയിന്റിനെ തിൻ ചെയ്യിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അത്രയും അതിന്റെ വിസ്കോസിറ്റി അഡ്ജസ്റ്റ് ചെയ്ത് അതിനെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പരുവത്തിൽ അതിനെ ആക്കി എടുക്കാൻ ആര് സഹായിക്കുന്നു? ഈ പറയുന്ന സോൾവെന്റ് സഹായിക്കുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ സോൾവെന്റിന്റെ ഫംഗ്ഷൻ എന്താണ്? ഇതൊരു കാരിയർ ആണ്. ആക്ച്വലി സോൾവെന്റ് ആണ് ആ പെയിന്റിന്റെ എന്തിനെ തീരുമാനിക്കുന്നത്? കൺസിസ്റ്റൻസിയെ തീരുമാനിക്കുന്നത്. അതുപോലെ വിസ്കോസിറ്റി, വെരി ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് വിസ്കോസിറ്റി. ഒരു സ്പെസിഫിക് വിസ്കോസിറ്റി ആര് പ്രൊവൈഡ് ചെയ്യുന്നു? നമ്മുടെ സോൾവെന്റ് പ്രൊവൈഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ പെയിന്റിനെ തിന്നാക്കാൻ ആര് സഹായിക്കുന്നു? സോൾവെന്റ് സഹായിക്കുന്നു. അപ്പൊ ഇത്രയും സാധനമാണ് എന്തിനെ പറ്റി പറയാനുള്ളത്? നമ്മൾ പെയിന്റിൽ ഉപയോഗിക്കുന്ന സോൾവെന്റ് എന്ന് പറയുന്ന ടോപ്പിക്കിനെ പറ്റി നമുക്ക് പറയാനുള്ളത്. ഓക്കെ. നോക്കിക്കേ, once the paint is coated on the substrate surface, evaporation of the solvent takes place and a dry film coating is formed on the surface. അതായത് നമ്മളിപ്പോ ഒരു സർഫസ്, ഒരു സബ്സ്ട്രേറ്റിന്റെ സർഫസ് നമ്മൾ എന്ത് കോട്ട് ചെയ്തു എന്ന് വിചാരിക്കുക, ഒരു പെയിന്റ് നമ്മൾ കോട്ട് ചെയ്തു. അപ്പൊ എന്ത് സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്? ആ പെയിന്റിലുള്ള സോൾവെന്റിന് എന്ത് സംഭവിക്കാം? ഇവാപറേഷൻ സംഭവിക്കാം. ആൻഡ് ഡ്രൈ ഫിലിം, അപ്പൊ അതിന്റെ ആ ഇവാപറേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ, അതായത് ആ പെയിന്റിലുള്ള സോൾവെന്റ് എന്ത് ചെയ്ത് പോയി? ഇവാപറേറ്റ് ചെയ്ത് പോയി. അപ്പൊ പിന്നെ നമുക്ക് ആ സർഫസിൽ എങ്ങനെ ഒരു ആ പെയിന്റിന്റെ ഒരു ഡ്രൈ കോട്ടിംഗ് ആയിട്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? കാണാനായിട്ട് സാധിക്കും. നോക്കിയേ, ദ സോൾവെന്റ് യൂസ്ഡ് ഇൻ പെയിന്റ് മേ ബി ആൻ ഓർഗാനിക് സോൾവെന്റ്. കണ്ടോ, നമ്മൾ ഉപയോഗിക്കുന്ന സോൾവെന്റ് എങ്ങനെ ആയിരിക്കാം? ഒരു ഓർഗാനിക് സോൾവെന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തായിരിക്കാം? വാട്ടർ ആയിരിക്കാം, അല്ലെങ്കിൽ എന്തായിരിക്കാം? കോമ്പിനേഷൻ ഓഫ് ബോത്ത്. നമ്മൾ ഇപ്പൊ ഈ പറഞ്ഞ സാധനം സോൾവെന്റ് ഇല്ലെങ്കിൽ ഉണ്ടാകുന്ന ഒരു എഫക്റ്റ് ആണ് പറഞ്ഞത്. എന്താണ്? പെയിന്റ് നമ്മൾ കോട്ട് ചെയ്യുന്ന സമയത്ത് ആ സോൾവെന്റ് ഇവാപറേഷൻ നടന്നു പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? എ ഡ്രൈ ഫിലിം കോട്ടിംഗ് ഈസ് ഫോംഡ് ഓൺ ദ സർഫസ്. അപ്പൊ ഇത് ആക്ച്വലി ഈ ഒരു പോയിന്റ് നമുക്ക് ഡിസഡ്വാൻറ്റേജ് ആയിട്ടും പറയാം, അതിന്റെ അതർ സെൻസ് അഡ്വാൻറ്റേജ് ആയിട്ടും പറയാം. കാരണം എന്താണ്? ആ സോൾവെന്റ് ഇവാപറേറ്റ് ചെയ്ത് പോകുമ്പോഴാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സാധനം എന്ത് ചെയ്യുന്നത്? കൃത്യമായിട്ട് ആ സർഫസിൽ അഡ്ഹർ ചെയ്തിരിക്കുന്നത്. അതാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് എ ഡ്രൈ ഫിലിം കോട്ടിംഗ് ഈസ് ഫോംഡ്. ഇനി ആ എടുത്തിരിക്കുന്ന സോൾവെന്റ് അപ്രോപ്രിയേറ്റ് എമൗണ്ടിൽ ഇല്ലെങ്കിൽ പോലും എന്ത് സംഭവിക്കും? ആ പറയുന്ന അപ്ലൈ ചെയ്യുന്ന പെയിന്റ് എന്തായിരിക്കത്തില്ല? പ്രോപ്പർ റേഷ്യോയിൽ എന്ത് ചെയ്യത്തില്ല? അഡ്ഹർ ചെയ്യത്തില്ല. പറഞ്ഞ മനസ്സിലായി? ഇപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മൾ പെയിന്റ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ കുറച്ചു നേരം കഴിയുമ്പോൾ നമ്മൾ ആ പെയിന്റിനകത്തുള്ള സോൾവെന്റ് എന്ത് ചെയ്യുന്നു? ഇവാപറേറ്റ് ചെയ്ത് പോകുന്നു. അപ്പൊ ആ ഇവാപറേഷൻ നടക്കുന്നത് മൂലമാണ് എന്ത്? നമ്മൾ അപ്ലൈ ചെയ്യുന്ന പെയിന്റ് ആ സർഫസിൽ എന്ത് ചെയ്യുന്നത്? അഡ്ഹർ ചെയ്യുന്നത്. ഓക്കെ. ആൻഡ് വേറൊരു രീതി പറയാം,
ഈ നമ്മൾ ആ ഓർഗാനിക് സോൾവെന്റ്സ് നമുക്ക് ആ പെയിന്റ് ഉണ്ടാക്കാൻ എടുക്കുന്ന ടൈമിൽ ഓർഗാനിക് സോൾവെന്റ് പ്രോപ്പർ എമൗണ്ടിൽ എടുത്തില്ല, ഇൻസഫിഷ്യന്റ് എമൗണ്ടിൽ ആണെങ്കിലും എന്ത് സംഭവിക്കും, അവിടെ പെട്ടെന്ന് ആ പെയിന്റ് ഡ്രൈ ആകും. പക്ഷെ അന്നേരമുള്ള പ്രശ്നം അതിന്റെ ക്വാളിറ്റി മാറും. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന പർപ്പസിലായിരിക്കത്തില്ല ആ പെയിന്റ് അടിച്ചു വരുമ്പോൾ ഇരിക്കുന്നത്. ഓക്കെ, അതാണ് അതിന്റെ ഡിഫറൻസ്. അപ്പൊ ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇവോപ്പറേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലൂടെയാണ് നമ്മുടെ പെയിന്റ് എന്ത് ചെയ്യുന്നത്, ആ പറയുന്ന സർഫസിൽ അഡ്ഹർ ചെയ്തിരിക്കുന്നതെന്നാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞത് എന്താണ്, സോൾവെന്റ്. അപ്പൊ നമ്മൾ ഇച്ചിരി മുന്നേ നമ്മൾ ബൈൻഡേഴ്സ് പഠിച്ചപ്പോൾ തന്നെ നമ്മൾ കേട്ടു ചില സോൾവെന്റ് ഓർഗാനിക് ആണ്, ചില സോൾവെന്റ് എന്താണ് വാട്ടർ ആണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതാണ് പറഞ്ഞിരിക്കുന്നത്, സോൾവെന്റ് എന്താകാം, ഒന്നുകിൽ പ്യുവർ ഓർഗാനിക് സോൾവെന്റ് ആകാം, അല്ലെങ്കിൽ എന്താകാം വാട്ടർ ആകാം, അല്ലെങ്കിൽ എന്താകാം രണ്ടിനെയും കൂടെ ഒരു കോമ്പിനേഷൻ. അത് ഇത്ര റേഷ്യോ അല്ലെങ്കിൽ ഇത്ര പെർസെന്റേജിന് രണ്ടിനെയും എടുത്തിട്ട് നമുക്ക് അതിന്റെ കോമ്പിനേഷൻ ആയിട്ട് എന്തിനു ഉപയോഗിക്കാം, സോൾവെന്റ്സിനെ യൂസ് ചെയ്യാം. ഇനി ടർപ്പന്റൈൻ, നാഫ്ത, ടൊളുവീൻ, മീഥൈൽ ഈഥൈൽ കീറ്റോൺ, ഡൈമീഥൈൽ ഫോമമൈഡ്, ഡൈബ്യൂട്ടോക്സി എത്തനോൾ, ഇത്രയുമാണ് പ്രധാനപ്പെട്ട എന്തെന്ന് പറയുന്നത് ഓർഗാനിക് സോൾവെന്റ്സ്. ഇതിന്റെ പേര് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം, കാരണം ചോദിക്കും, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. തന്നിരിക്കുന്നവയിൽ നമ്മൾ ഓർഗാനിക് സോൾവെന്റ്സ് ആയിട്ട് യൂസ് ചെയ്യാത്ത ആള് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. സോ നോക്കുക ഏതൊക്കെയാണ്, ടർപ്പന്റൈൻ, നാഫ്ത, ടൊളുവീൻ, മീഥൈൽ ഈഥൈൽ കീറ്റോൺ, ഡൈമീഥൈൽ ഫോമമൈഡ്, ഡൈബ്യൂട്ടോക്സി എത്തനോൾ. ഇത്രയും ആൾക്കാരാണ് നമ്മൾ പ്രധാനമായിട്ടും എന്തായിട്ട് ഉപയോഗിക്കുന്നത്, ഒരു സോൾവെന്റ് ആയിട്ട് പെയിന്റിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതുവരെ നമ്മൾ പറഞ്ഞത് എന്തിനെ പറ്റിയിട്ടാണ്, പെയിന്റിലെ പ്രിൻസിപ്പൽ കമ്പോണന്റ് ആയിട്ടുള്ള ബൈൻഡേഴ്സിനെ പറ്റിയിട്ടാണ് നമ്മൾ പറഞ്ഞത്. ഇനി രണ്ടാമത്തെ പ്രിൻസിപ്പൽ അല്ലെങ്കിൽ മേജർ കമ്പോണന്റ് ആണ് എന്തെന്ന് പറയുന്നത്, പിഗ്മെന്റ്സ് എന്ന് പറയുന്നത്. പിഗ്മെന്റ്, ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം, ദ കളർ ഇമ്പാർട്ടിംഗ് കോൺസ്റ്റിറ്റ്യുവന്റ് പ്രസന്റ് ഇൻ ദ പെയിന്റ്, അല്ലെ? ഒരു പെയിന്റിന് കളർ കൊടുക്കുന്ന ആളിനെയാണ് എന്താണ് പറയുന്നത്, പിഗ്മെന്റ് എന്ന് പറയുന്നത്. നോക്കിയേ, ദീസ് ഇൻസോലബിൾ കളർ ഇമ്പാർട്ടിംഗ് സബ്സ്റ്റൻസ് ആർ യൂസ്ഡ് ഇൻ സർഫസ് കോട്ടിങ്സ്. ദേ പോസസ്, അവരുടെ പ്രോപ്പർട്ടി എന്തായിരിക്കും, ഗുഡ് കവറിംഗ് പവർ, അല്ലെ? അതായത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സർഫസിനെ കവർ, അതിനകത്തുള്ള ആ സർഫസിൽ എന്തെങ്കിലും പോർസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിനെ കവർ ചെയ്യാനുള്ള പവർ ആർക്ക് വേണം, ഈ പറയുന്ന പിഗ്മെന്റ്സിന് വേണം. ആൻഡ് ദേ പോസസ് ഒപ്പേസിറ്റി, ഒപ്പേസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ലൈറ്റിനെ പാസ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ട്രാൻസ്പെറൻസി വേണം. ആൻഡ് ദെൻ കെമിക്കൽ ഇനേർട്ട്നെസ്, അതായത് വേറെ ഏതെങ്കിലും ആൾക്കാരുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അത് വേറെ ഒരു സാധനമായിട്ട് മാറിപ്പോകരുത്, അതിനെയാണ് എന്തെന്ന് പറയുന്നത്, കെമിക്കൽ ഇനേർട്ട്നെസ്. കെമിക്കലി ഇനേർട്ട് ആയിരിക്കണം. ഹീറ്റ് റെസിസ്റ്റൻസ്, ഹീറ്റ് റെസിസ്റ്റ് ചെയ്യാൻ പറ്റണം. ആസിഡ് ആൻഡ് ആൽക്കഹോൾ, നമ്മൾ അതെല്ലാം ഇതിനകത്ത് പറയാം. നമുക്ക് ഈ കെമിക്കൽ ഇനേർട്ട്നെസ്സിനകത്ത് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഹീറ്റ് റെസിസ്റ്റൻസ്, അതുപോലെ തന്നെ ആസിഡ് ഓർ ആൽക്കലി റെസിസ്റ്റൻസ്, അതുപോലെ മിക്സിംഗ് എബിലിറ്റി. അതായത് ഇപ്പൊ ഇൻ കേസ് നമുക്കറിയാം ഒരു പെയിന്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇപ്പം ബൈ ചാൻസ് കുറച്ചൊക്കെ എങ്ങോട്ട് ആവാനുള്ള ചാൻസ് ഉണ്ട്, സറൗണ്ടിങ്സിലേക്ക് ആകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അവിടെ കിടന്ന് നോൺ ബയോഡിഗ്രേഡബിൾ ആയി കിടക്കാതെ ഒരു പരിധി വരെ ആരുമായിട്ട് മിക്സ് ചെയ്യാനുള്ള, സോയിലുമായിട്ട് മിക്സ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഉണ്ടാവണം. അതുപോലെ തന്നെ ടോക്സിറ്റി എന്തായിരിക്കണം, കുറവായിരിക്കണം. ഇത്രയും കഴിവുള്ള ആൾക്കാരാണ് ആരെന്ന് പറയുന്നത്, പിഗ്മെന്റ്സ്. അപ്പൊ എന്തൊക്കെയാ നമ്മൾ പറഞ്ഞത്, അവർക്ക് ഗുഡ് കവറിംഗ് പവർ ആയിരിക്കണം, ഒപ്പേസിറ്റി കൂടുതലായിരിക്കണം, കെമിക്കൽ ഇനേർട്ട്നെസ് കൂടുതലായിരിക്കണം, ഹീറ്റ് റെസിസ്റ്റൻസ് കൂടുതലായിരിക്കണം, ആസിഡ് ആൻഡ് അല്ലെങ്കിൽ ആൽക്കലി റെസിസ്റ്റൻസ് ഉണ്ടായിരിക്കണം, മിക്സിംഗ് എബിലിറ്റി വിത്ത് സോയിൽ ആൻഡ് ലോ ടോക്സിറ്റി. ഇത് തിരിഞ്ഞു പോകരുത്. മിക്സിംഗ് എബിലിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഞാൻ ഈ പറഞ്ഞില്ലേ, നമ്മൾ ബൈ ചാൻസ് പെയിന്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് സറൗണ്ടിങ്സിലെ എൻവയോൺമെന്റിലൊക്കെ ആയിക്കഴിഞ്ഞാൽ അവിടെ കിടന്ന് എന്ത് ചെയ്യാതെ അക്യുമുലേറ്റ് ചെയ്ത് ഡീഗ്രേഡ് ചെയ്ത് പോകാതെ ആ സോയിലുമായിട്ട് മിക്സ് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് പോകാനുള്ള ഒരു കേപ്പബിലിറ്റി ആർക്ക് ഉണ്ടായിരിക്കണം, നമ്മുടെ പിഗ്മെന്റ്സിന് ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോ പ്രധാനമായിട്ടും നമ്മള് കോമൺ ആയിട്ടുള്ള പിഗ്മെന്റ്സ് എന്ന് പറയുന്നത് ആക്ച്വലി 2 ടൈപ്പ് ഉണ്ട്. നോക്കിയേ, നമ്മള് ഇതിനകത്ത് ഇപ്പൊ ഞാൻ കളറും കൊടുത്തിട്ടുണ്ട്, പിഗ്മെന്റ്സും കൊടുത്തിട്ടുണ്ട്. അപ്പോ പിഗ്മെന്റ്സ് ആയിട്ട് നമ്മൾ എടുത്തു പറയുമ്പോൾ പിഗ്മെന്റ്സിന് പ്രധാനപ്പെട്ട 2 ടൈപ്പ് പിഗ്മെന്റ്സ് ഉണ്ട്. വൈറ്റ് പിഗ്മെന്റ്സും ഉണ്ട്, കളർ പിഗ്മെന്റ്സും ഉണ്ട്. പക്ഷെ ഈ ഒരു ടേബിളിൽ കൊടുത്തിരിക്കുന്നത് നമ്മൾ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്ന പിഗ്മെന്റ്സും ആ പിഗ്മെന്റ് കൊടുക്കുന്ന കളറുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ കൃത്യമായിട്ട് ഇത് ഓർത്ത് വെക്കണം. ഇവിടെ ഈ ഒരു ടേബിൾ ഒക്കെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, എക്സാം പോയിന്റ് ഓഫ് വ്യൂ നന്നായിട്ട് ബൈഹാർട്ട് ചെയ്ത് പഠിക്കേണ്ടത്. കാരണം ഒരു തിയറി നമുക്ക് ഓർത്ത് വെക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. പക്ഷെ സ്പെസിഫിക് ആയിട്ട് ഇപ്പൊ കാർബൺ ബ്ലാക്ക് ഏത് പിഗ്മെന്റ് തരുന്നു, അല്ലെങ്കിൽ എന്താണ് റെഡ് ലെഡ് അത് എന്ത് പിഗ്മെന്റ് തരുന്നു, അല്ലെങ്കിൽ ഏത് കളർ ഇമ്പാർട്ട് ചെയ്യുന്നു, അങ്ങനെയൊക്കെ ചോദിക്കുമ്പോഴാണ് നമുക്ക് തിരിഞ്ഞു പോകുന്നത്. അപ്പൊ ഈ ടേബിൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, പഠിക്കാം. നോക്കാം, വൈറ്റ്. അപ്പൊ വൈറ്റ് കളർ ഇമ്പാർട്ട് ചെയ്യുന്ന പിഗ്മെന്റ്സ് എന്ന് പറയുന്നത് ടൈറ്റാനിയം ഡയോക്സൈഡ് ഉണ്ട്, വൈറ്റ് ലെഡ് ഉണ്ട്, സിങ്ക് ഓക്സൈഡ് ഉണ്ട്, ലിത്തോഫോൺ. വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കുക. അപ്പൊ എന്തൊക്കെയാണ്, ടൈറ്റാനിയം ഡയോക്സൈഡ്, വൈറ്റ് ലെഡ്,
സിങ്ക് ഓക്സൈഡ്, ലിത്തോഫോൺ. ഇത്രയും ആൾക്കാരാണ് ഏത് കളർ കൊടുക്കുന്നത്? വൈറ്റ് കളർ ഇമ്പാർട്ട് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് അയൺ ഓക്സൈഡ്, റെഡ് ലെഡ് ആണ് കേട്ടോ. റെഡ് ലെഡ്, ദെൻ കാഡ്മിയം റെഡ്, റോക്ക് ലെഡ്, അതുപോലെ തന്നെ റോഗ്, പിന്നെ അടുത്തയാണ് ലെഡ് മോളിബ്ഡനേറ്റ്. ഇത്രയും ആൾക്കാർ എന്ത് കളർ കൊടുക്കുന്നു? ഒരു റെഡ് കളറാണ് കൊടുക്കുന്നത്. ഇനി അടുത്തൊരു ഗ്രീൻ കളർ കൊടുക്കുന്ന ആരാണ്? ക്രോമിയം ഓക്സൈഡ്, ക്രോം ഗ്രീൻ, താലോസയാനിൻ ഗ്രീൻ. നമ്മൾ ഈ സയാനോ ബാക്ടീരിയ എന്നൊക്കെ പറയുമ്പോൾ ബ്ലൂ ഗ്രീൻ അല്ലേ, അങ്ങനെയൊക്കെ ആലോചിച്ചാൽ മതി. അപ്പൊ താലോസയാനിൻ ഗ്രീൻ. അപ്പൊ അത് ഏത് കളർ കൊടുക്കുന്നു? ഗ്രീൻ കളർ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നു. ആൻഡ് ദെൻ യെല്ലോ കളർ കൊടുക്കുന്ന ആരാണ്? ലെഡ് ക്രോമേറ്റ്, സിങ്ക് ക്രോമേറ്റ്, ലിത്താർജ്, ഓക്ക്. ഇതൊക്കെയാണ് ലെഡ് ക്രോമേറ്റ്, സിങ്ക് ക്രോമേറ്റ്, ലിത്താർജ്, ഓക്ക്. ഇത്ര ആൾക്കാരാണ് ഏത് കളർ കൊടുക്കുന്നത്? യെല്ലോ കളർ കൊടുക്കുന്നത്. ദെൻ ബ്ലാക്ക് കളർ കൊടുക്കുന്ന ആരാണ്? കാർബൺ ബ്ലാക്ക്, അത് നമുക്കറിയാം. ലാംപ് ബ്ലാക്ക് കേട്ടിട്ടുള്ളതാണ്. ഫർണസ് ബ്ലാക്ക്, അതും കേട്ടിട്ടുള്ളതാണ്. നെക്സ്റ്റ് ബ്ലാക്ക് അയൺ ഓക്സൈഡ്. ഓക്കെ, ഈ അയൺ എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് റെഡ് എഴുതാനുള്ള ഒരു ടെൻഡൻസി വരും. ഇത് ഏതാണ്? ബ്ലാക്ക് അയൺ ഓക്സൈഡ്. അത് ഏത് കളറാണ്? ബ്ലാക്ക് കളറാണ്. കണ്ടോ, ഇവിടെ വെറും അയൺ ഓക്സൈഡും ഉണ്ട്, ബ്ലാക്ക് അയൺ ഓക്സൈഡും ഉണ്ട്. ഓക്കെ, ദെൻ ഓറഞ്ച്. ഓറഞ്ച് കളർ ഇൻകോപ്പറേറ്റ് ചെയ്ത് നോക്കി തിരിഞ്ഞു പോകുന്നത് ബേസിക് ലെഡ് ക്രോമേറ്റ് ഉണ്ട്. കണ്ടോ, നേരത്തെ ഒരു ലെഡ് ക്രോമേറ്റ് പറഞ്ഞത് ഏതായിരുന്നു? വെറും ലെഡ് ക്രോമേറ്റ്. അത് യെല്ലോ ആണെങ്കിൽ ബേസിക് ലെഡ് ക്രോമേറ്റ് ഏത് കളറാണ് കൊടുക്കുന്നത്? ഓറഞ്ച് കളറാണ് ഇൻകോപ്പറേറ്റ് ചെയ്യുന്നത്. ആൻഡ് ദെൻ കാഡ്മിയം ഓറഞ്ച്. കാഡ്മിയം ഓറഞ്ചും ഏത് കളറാണ്? ഓറഞ്ച് കളറാണ് കൊടുക്കുന്നത്. ദെൻ ബ്ലൂ കളർ കൊടുക്കുന്ന വെരി ഇമ്പോർട്ടന്റ് അൾട്രാമറൈൻ കേട്ടോ. അൾട്രാമറൈൻ, ദെൻ കൊബാൾട്ട് ബ്ലൂ, പ്രഷ്യൻ ബ്ലൂ. ഇത് രണ്ടും നിങ്ങൾക്ക് തിരിഞ്ഞു പോകാൻ ചാൻസ്, കാരണം തിരിഞ്ഞു പോകാനുള്ള ചാൻസ് കുറവാണ്. നമ്മൾ ലാബിലൊക്കെ ചെയ്യുന്ന ഒരു കോമ്പൗണ്ട് ആണിത്. കൊബാൾട്ട് ബ്ലൂവും പ്രഷ്യൻ ബ്ലൂവും അതിന് ഏത് കളറാണ്? ഒരു ബ്ലൂ കളറാണ് വരുന്നത്. ദെൻ ബ്രൗൺ കളർ. ബ്രൗൺ കളർ വരുന്ന ആർക്കാണ്? അയൺ ഓക്സൈഡ് ബ്രൗൺ, മെറ്റൽ കോംപ്ലക്സ് ബ്രൗൺ, ബേൺ സിയന്ന. ഇതിനൊക്കെ ഏത് കളറാണ്? ഒരു ബ്രൗൺ കളറാണ്. ആൻഡ് മെറ്റാലിക് കളർ. മെറ്റാലിക് കളർ പ്രൊവൈഡ് ചെയ്യുന്നത് കോപ്പർ, സിങ്ക്, അലൂമിനിയം. കോപ്പർ പൗഡർ, സിങ്ക് ഡസ്റ്റ്, അലൂമിനിയം പൗഡർ. ഇവരൊക്കെ ഏത് കളറാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഒരു ബ്രോൺസ് കളർ അല്ലെങ്കിൽ ഒരു മെറ്റാലിക് കളറാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ ആണോ? അപ്പൊ നോക്കിയേ, ഇപ്പൊ വൈറ്റ് കളർ പ്രൊഡ്യൂസ് ചെയ്യുന്ന പിഗ്മെന്റ്സ് ആരൊക്കെയാണ്? ടൈറ്റാനിയം ഓക്സൈഡ് ഉണ്ട്, ദെൻ വൈറ്റ് ലെഡ് ഉണ്ട്, ദെൻ സിങ്ക് ഓക്സൈഡ് ഉണ്ട്, ലിത്തോഫോൺ ഉണ്ട്. ലിത്തോഫോൺ ഇമ്പോർട്ടന്റ് ആണ്, മറന്നു പോകരുത്. ദെൻ റെഡിന്റെ അകത്ത് അയൺ ഓക്സൈഡ്, ദെൻ റെഡ് ലെഡ് ഉണ്ട്, കാഡ്മിയം റെഡ് ഉണ്ട്. നിങ്ങൾ മീൻസ് ആ റെഡ് എന്ന് ഇല്ലാത്തതൊന്നും ഓർത്ത് വെച്ചിരുന്നാൽ മതി. അത് വരുമ്പോൾ എന്തായാലും നമുക്കൊരു കോമൺ സെൻസ് കൊണ്ട് എഴുതാൻ പറ്റും. പിന്നെ റോഗ് ഉണ്ട്, ദെൻ ലെഡ് മോളിബ്ഡേറ്റ് ഉണ്ട്. ഓക്കെ, ദെൻ ഗ്രീൻ വരുമ്പോൾ ക്രോമിയം ഓക്സൈഡ് ഉണ്ട്, ക്രോം ഗ്രീൻ. എന്തായാലും ഇത് രണ്ടും തെറ്റത്തില്ല. ക്രോം ഗ്രീനും താലോസനിയം ഗ്രീനും തെറ്റത്തില്ല. പിന്നെ തെറ്റുന്ന ഏതാണ്? ക്രോമിയം ഓക്സൈഡ്. അപ്പൊ അത് സ്ട്രെസ് ചെയ്ത് പഠിക്കുക. ദെൻ യെല്ലോ തരുന്നത് ലെഡ് ക്രോമേറ്റ്, സിങ്ക് ക്രോമേറ്റ്, ലിത്താർജ്, ഓക്ക്. അപ്പൊ ഇതിനകത്തൊന്നും യെല്ലോ എന്നുള്ളൊരു ഇതില്ലാത്തതുകൊണ്ട് നമ്മൾ ഇതെല്ലാം എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ബൈ ഹാർട്ട് ചെയ്തേ പറ്റും. ദെൻ ബ്ലാക്ക് തിരിയാൻ പാടില്ല, എളുപ്പമാണ്. കാർബൺ ബ്ലാക്ക്, ലാംപ് ബ്ലാക്ക്, ഫർണസ് ബ്ലാക്ക്, ബ്ലാക്ക് അയൺ ഓക്സൈഡ്. ഓക്കെ, അത് തിരിഞ്ഞു പോകത്തില്ല, കാരണം എല്ലാത്തിനകത്തും ബ്ലാക്ക് എന്നുള്ള ഒരു ടേം വരുന്നത് കൊണ്ട് തിരിഞ്ഞു പോവില്ല. ദെൻ ഓറഞ്ച് വരുമ്പോഴത്തേക്ക് ബേസിക് ലെഡ് ക്രോമേറ്റ് ഉണ്ട്, പിന്നെ കാഡ്മിയം ഓറഞ്ച് ഉണ്ട്. ദെൻ ബ്ലൂ അൾട്രാമറൈൻ, കൊബാൾട്ട് ബ്ലൂ, പ്രഷ്യൻ ബ്ലൂ. അപ്പൊ അൾട്രാമറൈൻ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ദെൻ ബ്രൗണിനകത്ത് വരുന്നത് അയൺ ഓക്സൈഡ് ബ്രൗൺ ഉണ്ട്, മെറ്റൽ കോംപ്ലക്സ് ബ്രൗൺ ഉണ്ട്, ബേൺഡ് CNA ഉണ്ട്. ഓക്കെ, ദെൻ മെറ്റാലിക് കളർ കൊടുക്കുന്നത് കോപ്പർ പൗഡർ ഉണ്ട്, സിങ്ക് ഡസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ അലൂമിനിയം പൗഡർ ഉണ്ട്. അപ്പൊ ഇത്രയുമാണ് ഒരു സ്പെസിഫിക് കളേഴ്സും ആ കളേഴ്സ് ഇമ്പാർട്ട് ചെയ്യുന്ന പിഗ്മെന്റ്സും. ഓക്കെ, ദെൻ അടുത്തത് കോമൺലി യൂസ് പിഗ്മെന്റ്സ് അലോങ് വിത്ത് ദർ ഇമ്പോർട്ടന്റ് പ്രോപ്പർട്ടീസ്. അപ്പൊ ഇതിനകത്ത് നമ്മളിപ്പോ കുറെ പിഗ്മെന്റ്സ് പറഞ്ഞു കേട്ടോ. വൈറ്റ് ലെഡ്, ലിത്തോഫോൺ, അൾട്രാമറൈൻ, ഗൈഗ്നസ് ഗ്രീൻ, ക്രോമെല്ലോ. ഗൈഗ്നസ് ഗ്രീൻ നമ്മൾ നേരത്തെ പറഞ്ഞില്ല, പക്ഷെ അതുകൊണ്ട് ഇതിനകത്തുണ്ട്. അപ്പൊ ഇത് ആക്ച്വലി നമ്മൾ ഈ പെയിന്റ്സ് കഴിഞ്ഞിട്ട് പിഗ്മെന്റ്സ് എന്നുള്ള വേറൊരു ഏരിയ നമ്മൾ എടുക്കും. ഇതിപ്പോ ജസ്റ്റ് സർഫസ് ലെവലിൽ ഒന്ന് പറയുകയാണ് കേട്ടോ. അപ്പൊ വൈറ്റ് ലെഡ് ഇമ്പോർട്ടന്റ് ആണ്. ഇത് വൈറ്റ് ലെഡ് അതായത് നമ്മളിപ്പോ പറഞ്ഞ പിഗ്മെന്റിൽ തന്നെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആൾക്കാർ ഒന്നുകൂടി ഒന്ന് എടുത്ത് സ്പെസിഫൈ ചെയ്ത് പറയുകയാണ്. നോക്കി, വൈറ്റ് ലെഡ് എന്ന് പറയുമ്പോൾ ബേസിക് ആയിട്ട് അതെന്താണ്? അതിന്റെ ഫോർമുലയാണ് ബേസിക് ലെഡ് കാർബണേറ്റ്, PbCO3 PbOH2. ഇതാണ് എന്തെന്ന് പറയുന്നത്? വൈറ്റ് ലെഡ് എന്ന് പറയുന്നത്. ലെഡ് കാർബണേറ്റിന്റെയും ലെഡ് ഹൈഡ്രോക്സൈഡിന്റെയും കൂടി ഒരു കോമ്പിനേഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വൈറ്റ് ലെഡ് എന്ന് പറയുന്നത്.
ഇറ്റ് ഈസ് എ വൈറ്റ് പിഗ്മെന്റ്. അതെന്താണ്? ഒരു വെള്ള കളറുള്ള പിഗ്മെന്റ് ആണ്. റിയാക്ട് വിത്ത് അസിഡിക് ബൈൻഡേഴ്സ് ആൻഡ് ഫോം ഡ്യൂറബിൾ ഇലാസ്റ്റിക് ഫിലിംസ്. അതായത് നമ്മൾ ബൈൻഡേഴ്സിന് തന്നെ നമ്മൾ കുറച്ച് നേരത്തെ ബൈൻഡേഴ്സിന്റെ കാര്യം പറഞ്ഞില്ലേ, അപ്പൊ അതിൽ അസിഡിക് ബൈൻഡേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അസിഡിക് ഫംഗ്ഷണൽ ഗ്രൂപ്പ് കൂടുതലുള്ള ബൈൻഡേഴ്സ് അവരുമായിട്ട് റിയാക്ട് ചെയ്ത് കുറച്ചുകൂടെ ഈടുനിൽപ്പുള്ള കുറെ നാളും വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ കഴിവുള്ള ഡ്യൂറബിൾ ഇലാസ്റ്റിക് ഫിലിംസ് ആര് ഫോം ചെയ്യും? ഈ പറഞ്ഞ വൈറ്റ് ലെഡിന്റെയും ഫോം ചെയ്യും. ആൻഡ് ടോക്സിക് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ലെഡ് കോമ്പൗണ്ട്സ്. കേട്ടോ, പക്ഷെ ഇതിന്റെ ഒരു പ്രശ്നം എന്താണ്? ലെഡിന്റെ പ്രസൻസ് ഉള്ളതുകൊണ്ട് ഇത് എന്താണ്? ടോക്സിക് ആണ്. ഇറ്റ് ഈസ് ടോക്സിക് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് എന്താണ്? ലെഡ് കോമ്പൗണ്ട്സ്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ഒന്നുകൂടി പറയാം. വൈറ്റ് ലെഡ്. ഇപ്പൊ വൈറ്റ് ലെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദിറ്റ് ഇസ് ലിറ്ററലി ലെഡ് കാർബണേറ്റ് PbCO3 PB ഹൈഡ്രോക്സൈഡിന്റെ മിക്സ്ചർ ആണ്, അല്ലെങ്കിൽ അതിനെയാണ് നമ്മൾ വൈറ്റ് ലെഡ് എന്ന് പറയുന്നത്. ഇത് അസിഡിക് ബൈൻഡേഴ്സുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഡ്യൂറബിൾ കുറെ നാളും വിസ്റ്റാൻഡ്, അതായത് ഒരു പെയിന്റിന് ഒരു ഷെൽ ലൈഫ് പീരീഡ് ഇല്ലേ, അപ്പൊ അത് കൂട്ടാൻ സഹായിക്കുന്ന ആളാണ് ഏതെന്ന് പറയുന്നത്? ഈ പറയുന്ന വൈറ്റ് ലെഡ് എന്ന് പറയുന്നത്. അതിന്റെ ടോക്സിക് ആണ്. ടോക്സിക് ആവാൻ കാരണം എന്താണ്? ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ലെഡ് കോമ്പൗണ്ട്. ഓക്കെ. Then next very important one, lithophone. Lithophone എന്ന് പറഞ്ഞാൽ എന്താണ്? ബേരിയം സൾഫേറ്റിന്റെയും അതുപോലെ സിങ്ക് സൾഫേറ്റിന്റെയും ഒരു അതായത് ഇത് രണ്ടും കൂടി റിയാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു പ്രസിപ്പിറ്റേറ്റ് ആണ് എന്തെന്ന് പറയുന്നത്? ലിത്തോഫോൺ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഒരു കെമിക്കൽ ഫോർമുല പറയാനില്ല. ഇറ്റ് ഇസ് എ മിക്സ്ചർ ഓഫ് അല്ലെങ്കിൽ പ്രസിപ്പിറ്റേറ്റ് ഓഫ് ബേരിയം സൾഫേറ്റ് ആൻഡ് സിങ്ക് സൾഫേറ്റ്. ദിസ് കോമൺലി യൂസ്. ഇത് ഒരു വൈറ്റ് പിഗ്മെന്റ് ആണെന്ന് മറന്നു പോകരുത്. വൈറ്റ് പിഗ്മെന്റ് ആണ്. നോൺ ടോക്സിക്. കണ്ടോ, നോൺ ടോക്സിക് വൈറ്റ് പിഗ്മെന്റ് എന്ന് ചോദിച്ചാൽ ഏതാണ്? ലിത്തോഫോൺ ആണ്. ടോക്സിക് വൈറ്റ് പിഗ്മെന്റ് ഏതാണ്? നേരത്തെ പറഞ്ഞ വൈറ്റിൻ ആണ്. തിരിഞ്ഞു പോകരുത്. അത് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ എക്സലന്റ് ലൈറ്റ് ഫാസ്റ്റ്നെസ്. എന്താ ലൈറ്റ് ഫാസ്റ്റ്നെസ് എന്ന് പറഞ്ഞാൽ? വേഗം എന്ത് ചെയ്യുന്നു? ലൈറ്റിനെ ഇവര് കടത്തി വിടുന്നു നന്നായിട്ട്. ദെൻ ഡീഗ്രേഡഡ് ഇൻ ദ പക്ഷെ എന്താണ്? UV ലൈറ്റ് പാസ് ചെയ്യുമ്പോൾ എന്താവുന്നു? ഇയാൾ അങ്ങ് ഡീഗ്രേഡ് ചെയ്ത് ഡീകമ്പോസ് ചെയ്ത് പോകുന്നു. അപ്പൊ ഇത്രയുമാണ് എന്തിന്റെ പ്രോപ്പർട്ടീസ്? ലിത്തോഫോണിന്റെ പ്രോപ്പർട്ടീസ്. അപ്പൊ ഒന്ന് പറഞ്ഞേ, എന്താണ്? ബേരിയം സൾഫേറ്റിന്റെയും സിങ്ക് സൾഫേറ്റിന്റെയും എന്താണ്? പ്രസിപ്പിറ്റേറ്റ് ആണ്. ഇത് നോൺ ടോക്സിക് ആണ്. ഇത് എന്ത് ചെയ്യുന്നു? പെട്ടെന്ന് ലൈറ്റിനെ നന്നായിട്ട് എന്ത് ചെയ്യുന്നു? അവർ പാസ് ചെയ്യുന്നു. എക്സലന്റ് ലൈറ്റ് ഫാസ്റ്റ്നെസ് ഉള്ള ഒരു പിഗ്മെന്റ്, വൈറ്റ് പിഗ്മെന്റ് ആണ് ആരെന്ന് പറയുന്നത്? ലിത്തോഫോൺ എന്ന് പറയുന്നത്. ആൻഡ് പക്ഷെ ഇതിന്റെ പ്രശ്നം എന്താണ്? UV ലൈറ്റിന്റെ പ്രസൻസിൽ ഇവർ എന്ത് ചെയ്യുന്നു? ഡിഗ്രേഡ് ചെയ്ത് പോകുന്നു. ഓക്കെ അല്ലേ? ഇത് മൂന്നാമത്തത് ഏതാണ്? അൾട്രാമറൈൻ ആണ്. എന്താണ്? അൾട്രാമറൈൻ ആണ്. This blue pigment contains mainly a zeolite based mineral with small amount of polysulfate. Important ആണ്. അതായത് സിയോലൈറ്റ് ബേസ്ഡ് മിനറൽ ഉള്ള പിഗ്മെന്റ് ഏതാണ്? അൾട്രാമറൈൻ. അത് ഏത് കാറ്റഗറി വരുന്നതാണ്? ബ്ലൂ പിഗ്മെന്റിന്റെ കാറ്റഗറി വരുന്ന ആളാണ് ഏതെന്ന് പറയുന്നത്? അൾട്രാമറൈൻ എന്ന് പറയുന്നത്. അതിനകത്ത് എന്തുണ്ട്? ആ സിയോലൈറ്റ് ബേസ്ഡ് മിനറൽ മെറ്റീരിയൽ ഉണ്ട് വിത്ത് സ്മോൾ എമൗണ്ട് ഓഫ് എന്തുണ്ട്? പോളിസൾഫൈഡ് ഉണ്ട്. ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എക്സലന്റ് സോൾവെന്റ് റെസിസ്റ്റൻസ്, അതുപോലെ തന്നെ എന്താണ്? ഹീറ്റ് സ്റ്റെബിലിറ്റി, ഹീറ്റിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള കഴിവുണ്ട്. ദെൻ ആൽക്കലൈൻ സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ആൽക്കലി, സോഡിയം ഹൈഡ്രോക്സൈഡ്, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് പോലെയുള്ള ആൽക്കലൈൻ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള കഴിവുണ്ട്. ദെൻ വേഗം ലൈറ്റിനെ കടത്തിവിടാനുള്ള എന്തുണ്ട്? കഴിവുണ്ട്. ഇതൊക്കെ ആരുടെ പ്രോപ്പർട്ടീസ് ആണ്? അൾട്രാമറൈൻ അല്ലെങ്കിൽ ബ്ലൂ പിഗ്മെന്റിന്റെ പ്രോപ്പർട്ടിയാണ്. വളരെ ഇമ്പോർട്ടന്റ് പ്രോപ്പർട്ടിയാണ്. സിയോലൈറ്റ് ബേസ്ഡ് മിനറൽ ആണ്. ഓക്കെ, സിയോലൈറ്റ് ഒക്കെ അറിയാം എന്താണ്? ഒരു കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ആളാണ് സിയോലൈറ്റ്. അലൂമിനിയം ആണ് പ്രധാനപ്പെട്ട സിയോലൈറ്റിൽ എന്തെന്ന് പറയുന്നത്? മെറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, ചെറിയ മൈക്രോ ക്യാവിറ്റീസ് ഉള്ള കമ്പോണന്റ് ആണ് സിയോലൈറ്റ്. അതുകൊണ്ട് വേണ്ട. നെക്സ്റ്റ് അടുത്തത് റെഡ് ലെഡ് ആണ്. റെഡ് ലെഡ് എന്ന് പറയുമ്പോഴത്തേക്കും ലെഡ് ബ്രാക്കറ്റ് എന്താ? 2, 4 കൊടുത്തിരിക്കുന്നത്. ലെഡിന് നമുക്കറിയാം 2 വാലൻസി ഉണ്ട്. Pb+2 ഉണ്ട്, അതുപോലെ തന്നെ എന്താണ്? Pb+4 ഉണ്ട്. അപ്പൊ അത് ഏത് ലെഡ് വേണമെങ്കിലും എന്ത് ചെയ്യാം? വരാം. അതുകൊണ്ടാണ് ബ്രാക്കറ്റ് 2ഉം 4ഉം കൊടുത്തിരിക്കുന്നത്. PbO2 വരാം, PbO4 വരാം. എന്താണ്? PbO2 വരാം, അതുപോലെ PbO4 വരാം. വിത്ത് ഫോർമുല Pb3O4. ഓക്കെ, കൂടുതലും കാണുന്നത് ഏതാണ്? Pb3O4 എന്നുള്ള സ്റ്റേറ്റിലാണ് എന്തെന്ന് പറയുന്നത്? ഈ പറയുന്ന റെഡ് ലെഡ് കാണുന്നത്. This is used as a red pigment for primer paint. നമ്മൾ ചില പെയിന്റ്സിനെയൊക്കെ പ്രൈമർ ആയിട്ട് അപ്ലൈ ചെയ്യും. നമ്മൾ വരുന്നുണ്ട് ആ കാറ്റഗറി. അപ്പൊ പ്രൈമർ പെയിന്റ്സിന്റെ അകത്ത് റെഡ് കളർ കൊടുക്കാൻ ഉപയോഗിക്കുന്ന ആളാണ് എന്തെന്ന് പറയുന്നത്? റെഡ് ലെഡ് എന്ന് പറയുന്നത്. അപ്പൊ അതിനെ കുറിച്ച് അത്രയേ ഉള്ളൂ പറയാം.